അപ്പൊ നമ്മളിന്ന് വന്നത് ഒരു ആക്ച്വലി നമ്മൾ ഇന്നലെ ഒരു ട്രാൻസ്ഫർ പോഡ്കാസ്റ്റ് ലൈവ് ചെയ്തിരുന്നു ആൻഡ് വി ടോക്ട് അബൌട്ട് ലോട്ട് ഓഫ് ക്ലബ്സ്. നമ്മുടെ ആർസണലിന്റെ ബ്രൂണോ ഗിമറേഷിന്റെ ഡീലും അത് കഴിഞ്ഞ് മോർഗൻ റോജേഴ്സിന്റെ ഡീലിനെ കുറിച്ച് പറഞ്ഞു, ചെൽസി ഷെവറിയയെ കുറിച്ച് മേടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, മെഡ്രിഡ് ഒലീസേനെ മേടിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പം നമ്മുടെ ലിവർപൂൾ ഫാൻസ് അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സൊബോസ്ലൈ നീട്ടി. അപ്പോ അതല്ലാതെ ലിവർപൂളിനെ കുറിച്ച് നമുക്ക് കാര്യമായിട്ട് ഇതുവരെ പറയാൻ തക്കതായ ഒന്നുമില്ല. വിക്ടർ മ്യൂനോസിനെ സൈൻ ചെയ്തു, പിന്നെ ഡയമണ്ടേക്ക് ഒരു 86 million ബിഡ് ചെയ്തു. പുള്ളിക്ക് ആരും വേണ്ട, ആർക്കും പുള്ളിയും വേണ്ട. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എന്തോ ഒരു സ്കാം മണക്കുന്നുണ്ട് അതിനകത്ത്. അപ്പോ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് പിള്ളേർ ഇങ്ങനെ നമ്മുടെ സൈനിങ് അങ്ങനെ പറയുന്നത്. പെട്ടെന്നാണ് ഒരു തിനിട്ടത്, അല്ല സെപ്റ്റംബർ 1 കഴിഞ്ഞു, 6 ആഴ്ചയുള്ളൂ ബാക്കി. 23 ഫസ്റ്റ് പ്രീ സീസൺ. ലിവർപൂളിന്റെ ഒരു സാധനമുണ്ട്, പുതിയ കോച്ചിന് പ്രീ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫുൾ ടീം വേണം എന്നൊക്കെ പറയുന്നു. ഇത്തവണ ടീമേ ഇല്ല. അപ്പോ വൈ ഇസ് ഈ ഡിലേ? അപ്പോ അങ്ങനെ അതിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കണം, ഈ ഡിലേ. പിന്നെ ഡിലേ ആയത് പോട്ടെ, ഇനിയിപ്പോ എന്തായാലും വരണം, കുറച്ച് പേര് പോവാനുണ്ട്. സോ വിച്ച് ആർ ദ പൊസിഷൻസ് നമുക്കിപ്പം എമർജൻസി ആയിട്ട് വേണ്ട പൊസിഷൻസ് ഏതാണ്? അതിനു വേണ്ടിയിട്ട് ഇന്ന് ഹരി വന്നിട്ടുണ്ട്. FSG യുടെ പേടി സ്വപ്നമായ ഹരി, FSG യുടെ ഫാന്റസി ആയ സുദീപ് ഉണ്ട്, ഓബിൻ ഉണ്ട്, സ്വരൂപ് ഉണ്ട്. സ്വരൂപ് കുറച്ച് ടെൻഷനിലാണ്, പക്ഷെ 48 hours ശേഷം സ്വരൂപിന്റെ ടീമിന്റെ ഫൈനലാണ്. അപ്പോ കപ്പടിക്കോ ഇല്ലയോ? വിക്ടർ മുനിയോസ് കപ്പായിട്ട് വരുമോ? അലക്സ് മെക്കാലിസ്റ്റർ കപ്പായിട്ട് വരുമോ? അലക്സ് മെക്കാലിസ്റ്റർ കപ്പായിട്ട് വന്നിട്ട് പോകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ സൊബോസ്ലൈ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ. ഹരി, ഒരു പോസിറ്റീവ് ന്യൂസ് അല്ലേ? പോസിറ്റീവ് ന്യൂസ് ആണ്. പിന്നെ സൊബോസ്ലൈക്ക് ആക്ച്വലി യാതൊരു പ്രത്യേകിച്ച് തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ഫാൻസ് പ്രത്യേകിച്ച് എന്താ ഇമാജിനറി ആയിട്ട് വെറുതെ ഇങ്ങനെ ഡിസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ് സൊബോസ്ലൈ. അതായത് എന്താ പറഞ്ഞ ഒരു PTSD, നമ്മുടെ ഫാൻസിന്റെ ഒരു PTSD കാരണം വെറുതെ കുറെ കുറ്റം പറിച്ചിൽ കേട്ട ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ട്രെന്റും കൊനാറ്റയും ഡീൽസ് റൺ ഔട്ട് ചെയ്ത് നേരെ മാഡ്രിഡിലേക്ക് പോയി. സൊബോസ്ലൈ ഇടയ്ക്ക് പോയിട്ട് വിനീഷ്യസിന്റെ പോസ്റ്റിലേക്കും ട്രെന്റിന്റെ പോസ്റ്റിലേക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവനും സംഗതി ആ പരിപാടിയാണ് എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് അവർ അസംഷനിൽ കുറെ പേര് ചെയ്ത് വിളിച്ചുകൊണ്ടിരുന്ന ഒരു കളിക്കാരനാണ്. എനിവേ ഇറ്റ്സ് ഗ്രേറ്റ് ന്യൂസ്. ഹാൻഡ്സ് ഡൗൺ നമ്മുടെ കഴിഞ്ഞ സീസണിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ സൊബോസ്ലൈ ആയിരുന്നു. മോർ ദാൻ ദാറ്റ് എനിക്ക് തോന്നുന്നത് ഇരയോളയുടെ ഒരു സിസ്റ്റത്തിൽ ആക്ച്വലി ഏറ്റവും നമ്മുടെ ഇപ്പോഴത്തെ സ്ക്വാഡിൽ ഏറ്റവും അതിന് സ്യൂട്ടായിട്ടുള്ള ഒരു പ്ലെയർ എനിക്ക് തോന്നുന്നത് സൊബോസ്ലൈ ആണെന്നാണ് തോന്നുന്നത്. പൊസിഷൻ ബേസ് അല്ല, ഐ മീൻ പുള്ളിയുടെ ബെസ്റ്റ് പൊസിഷൻ എന്താണെന്നുള്ളത് ഇപ്പോഴും ഒരു ചർച്ചയാണ്. പക്ഷെ പുള്ളിയുടെ ഒരു ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് ഇറയോളയുടെ സിസ്റ്റത്തിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ, ഐ മീൻ ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടഡ് പ്ലെയർ സൊബോസ്ലൈ ആവാനുള്ള സാധ്യതകളുണ്ട്. സോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ന്യൂസ് തന്നെയാണ്, പോസിറ്റീവ് ന്യൂസ് ആണ്. ഇനി ആകെയുള്ളൊരു പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, മറ്റേ സലയും വാൻഡേക്കും ഒക്കെ നമ്മൾ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത സമ്മറിൽ നമ്മൾ പറഞ്ഞു നമ്മൾ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് വേറെ സൈനിങ് ഒന്നും പറ്റില്ല, ഇതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു അതുപോലത്തെ വർത്താനം പറഞ്ഞുകൊണ്ട് വരുമെന്നുള്ളത് ഇനി കണ്ടറിഞ്ഞ് കാണണം എന്ന് തന്നെ പറയാനുള്ളൂ. സൊബോസ്ലൈനെ സൈൻ ചെയ്തപ്പോ ആക്ച്വലി ഹരിക്കും ഓർമ്മയുണ്ടല്ലോ, ഓൺസ്റ്റീന്റെ ട്വീറ്റ് ഒറ്റയ്ക്ക് വന്നതാണ് ആക്ച്വലി. ആ ഡോപ്പമൈൻ റഷ് ശരിക്കും നമുക്ക് വേറെ ഒരു വേർഡ്സ് വന്നപ്പോ പോലും ഒരു ഡ്രാഗ് ഡൗൺ ആയതുകൊണ്ടായിരിക്കും അനൗൺസ് ചെയ്തപ്പോ കിട്ടിയ ഫീൽ അല്ലേ? ഇല്ല, കിട്ടിയിട്ടില്ല. അത് തന്നെയല്ലേ സൊബോസ്ലൈ ആക്ച്വലി ഐ തിങ്ക് നമ്മൾ വേറെ ഗുഡ് പ്ലേയേഴ്സ് അല്ലെന്നല്ല, എന്നാലും ലെസ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്ലേയേഴ്സുമായിട്ടായിരുന്നു നമ്മുടെ മേജർ ലിങ്ക്സ്. മനുക്കോനെ, തുറാം, ഇവരൊക്കെ ആയിട്ടായിരുന്നു നമ്മുടെ അന്നേരത്തെ. ഇവരിൽ ആര് നമ്മൾ എപ്പോൾ കിട്ടും, എപ്പോൾ സൈൻ ചെയ്യുന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഔട്ട് ഓഫ് ദി ബ്ലൂ വന്നത്. ആക്ച്വലി അതും ന്യൂ കാസിൽ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ്. എന്തായാലും നമ്പർ 8 സൊബോസ്ലൈ ഐ തിങ്ക് ഡിസേർവിംഗ് നമ്പർ 8. ആൻഡ് ഹരി പറഞ്ഞ പോലെ തന്നെ ഇറയുടെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ വാൻഡൈക്ക് അടുത്ത സീസൺ പോവും. ഫേസ് ഓഫ് ദ ക്ലബ് എന്ന് പറയാൻ ശരിക്കും വേറെ ആരും ഇല്ല. വേർഡ്സ് പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു, ഇസാക്കും പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷെ ഒരു ലീഡർഷിപ്പ് റോളിൽ
ഇനിയിപ്പം ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സൊബോസ്ലായ് തന്നെയാണ്. FSD മാസ്റ്റർ സ്ട്രോക്ക് അല്ലെ സുദീപ്? ഹരി ഭരിക്കുമ്പോ തന്നെ അതിങ്ങനെ ചോദിച്ച് ഹരി ഇങ്ങനെ ഒരു ടെംപ്ടേഷൻ കൊടുക്കണ്ട ഹരിക്ക്. എന്തായാലും ആദ്യം പോസിറ്റിവിറ്റി ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പ്രശ്നത്തിലേക്ക് വരാം. നല്ല സ്റ്റാർട്ട് ആയിരുന്നു സീസണിൽ. ഇപ്പോ സൈനിങ് നേരത്തെ വന്നു, മുനിയോസിന്റെ സൈനിങ്. അത് കഴിഞ്ഞ് കോൺട്രാക്ട് റിന്യൂവൽസ് ആയിരുന്നു ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിട്ട് എപ്പോഴും പറയണം. അതായത് പല പ്ലേയേഴ്സിന് കോൺട്രാക്ട് റിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അത് സീസൺ പകുതി എത്തുമ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ വരുന്നു. അവർ അത് കഴിഞ്ഞ ട്രാൻസ്ഫർ സ്പെക്കുലേഷൻസ് വരുന്നു, അവർ ഫ്രീ ആയിട്ട് പോകുന്നു എന്നുള്ള ഇതിലേക്കൊക്കെ പോകുമ്പോൾ ഇപ്പൊ സീസൺ തുടങ്ങുമ്പോൾ തന്നെ ഒരു കോൺട്രാക്ട് റിന്യൂവൽ നടക്കുകയാണ്. മറ്റ് ചില കോൺട്രാക്ട് റിന്യൂവൽസിന്റെയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള റൂമേഴ്സും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ്. മാത്രമല്ല ഇപ്പൊ ഹരി പറഞ്ഞ പോലെ എറയോളയുടെ സിസ്റ്റത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലെയർ എന്നുള്ളത്, കീ പ്ലെയർ ആയിട്ട് വരാൻ സാധിക്കുന്ന പ്ലെയർ ആണ്. അപ്പോ അങ്ങനെ ഒരു പ്ലെയർ ഫുൾ കോൺട്രാക്ട് ആയിട്ട് ആ പുതിയ പ്രോജക്റ്റിന്റെ ഭാഗമായി. ഇപ്പൊ ഒന്ന് കഴിഞ്ഞ സീസൺ എടുത്തു നോക്കിയാൽ സ്ലോട്ടിന്റെ ഇതൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള സീസണിലും പൊളിഞ്ഞു പോയ സീസണിലും 2 സീസണിലും കീ പ്ലെയർ ആയിട്ട് വന്നത് സൊബോസ്ലായ് തന്നെയാണ്. കാരണം റൈറ്റ് ബാക്ക് കളിക്കണമെങ്കിൽ അവിടെ സൊബോസ്ലായ് കളിക്കണം, ഇനി മിഡ്ഫീൽഡിലാണെങ്കിലും അവിടെ നന്നായിട്ട് കളിക്കണമെങ്കിൽ സൊബോസ്ലായ് വേണം. അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. അപ്പൊ ഇപ്പോ ഈ റയോളയുടെ സിസ്റ്റത്തിൽ പറഞ്ഞ പോലെ ഇത്രയും നന്നായിട്ട് ഓടി 90 മിനിറ്റ് കഴിഞ്ഞാൽ ഓടാൻ പറ്റുന്ന, അങ്ങനത്തെ എനർജിയിൽ ഓടാൻ പറ്റുന്ന ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ ഈ റയോളയ്ക്ക് ഏത് പൊസിഷനിലാണ് കളിപ്പിക്കുക എന്നുള്ള കാര്യമാണ് ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. പല അഭിപ്രായം വന്നു, അതെന്തായാലും നോക്കാം. എന്തായാലും സീസൺ തുടങ്ങിയത് നല്ല ഇതിലാണ്. ഇനിയിപ്പോ കേൾക്കാനുള്ള വാർത്തകൾ അടുത്തത് വരാനുള്ളത് കേർട്ടിസ് ജോൺസിന്റെ കാര്യമാണ്. സ്റ്റേ ചെയ്യോ പോവോ എന്നുള്ള കാര്യം. എലിയട്ടിന്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ. ഓഫ് കോഴ്സ് എലിയട്ട് ലാസ്റ്റ് ഇയർ ആണ് കോൺട്രാക്റ്റില്. ഇപ്പൊ ഇറയോളയായിട്ടുള്ള കോൺവെർസേഷനിൽ ഇവരൊക്കെ എന്ത് സ്റ്റാൻഡ് എടുക്കണോ എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ ഇത് അതിനൊരു പോസിറ്റീവ് ഒരു ഫ്രെയിം തരുന്ന ഒരു വാർത്ത തന്നെയാണെന്ന് തോന്നുന്നു. ഓബിനിലേക്കും സ്വരൂപിലേക്കും പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ വരുമ്പോഴേക്കും നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കും തോന്നുന്നു, കൺഫേം ആവാൻ തോന്നുന്നു. ഗെറ്റ് ഫ്രഞ്ച് ഫുട്ബോൾ പറയുന്നത് മോ സലാ ഹാസ് അഗ്രീഡ് ആൻ അഗ്രിമെന്റ് വിത്ത് ബെഷിക്ടാസ്. വെരി വെരി സർപ്രൈസിങ്. ബട്ട് ഐ തിങ്ക് ബെഷിക്ടാസ് ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഐ തിങ്ക് അതുകൊണ്ടായിരിക്കും. അതൊരു കാരണം. രണ്ടാമത്തെ വേറെ കാര്യം കേട്ടിരുന്നു, മസാല തുർക്കിയിൽ ഒരുപാട് വെക്കേഷനൊക്കെ പോവുകയും അവിടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണെന്നുള്ളത് വായിച്ചിട്ടുണ്ടായിരുന്നു എവിടെയൊക്കെയോ ചില റീലുകളിലും ഒക്കെ ആയിട്ട്. അപ്പോ കഴിഞ്ഞ ദിവസം ട്രൊസാഡിന്റെ അനൗൺസ്മെന്റ്, അത് ട്രൊസാഡ് ഏത് ക്ലബിലേക്കാ പോയത്? അപ്പൊ ട്രൊസാഡിന്റെ അനൗൺസ്മെന്റിന്റെ സമയത്ത് ട്രൊസാഡിനെ പ്രസന്റ് ചെയ്യാൻ അവരിയ്ക്കുക. അപ്പൊ ഫാൻസ്, അവിടെ സ്റ്റേഡിയത്തിലുള്ള ഫാൻസ് എല്ലാവരും സാലയുടെ പേര് പറഞ്ഞിട്ട് അവിടെ കിടന്ന് സിംഗ് ചെയ്യാൻ സാലയുടെ പേര്. അപ്പൊ ട്രൊസാഡിന്റെ ഇൻട്രൊഡക്ഷന് മുമ്പ് തന്നെ സല വരുന്നതിന്റെ എക്സൈറ്റ്മെന്റ് അവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി. ടർക്കിഷ് ഫുട്ബോളിൽ നല്ല ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഐ തിങ്ക് സ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാണ്ട് ഈ ക്ലബ്സിന്, കാരണം കഴിഞ്ഞ ഒസിമൻ വന്നു, ഒരുപാട് വലിയ പ്ലേയേഴ്സ് ഇങ്ങനെ ബിഗ് വേജസ് ആൻഡ് ഷോർട്ട് കോൺട്രാക്ട്സ്, അത് എന്തോ ഒരു നടക്കുന്നുണ്ട്. എനിവേ വിൽ കം ബാക്ക് ടു അവർ ടോപ്പിക്. ടർക്കി വാസ് ബേസിക്കലി സൗദി ബിഫോർ സൗദി. പണ്ടോട്ട് അങ്ങനെ തന്നെ ആയിരുന്നു. അത് ഈ ഒരു കുറച്ചൊരു പാസ്റ്റിറ്റ് എന്നാ ഫുള്ളി പാസ്റ്റിറ്റ് അല്ലാത്ത സ്നൈഡർ, അങ്ങനെ കുറെ കളിക്കാർ ടർക്കിയിൽ. എനിക്ക് തോന്നുന്നു റൗള് വരെ പോയെന്ന് ഡൗട്ട് ഉണ്ട്, ഉറപ്പില്ല. ആ ഒരു ടൈമിൽ കുറെ പേര്, അല്ല ഇക്കാടി അങ്ങനത്തെ ഒരു ലെജൻഡ് അല്ലല്ലോ. ഞാൻ പറഞ്ഞത് കുറച്ചൊരു അത്യാവശ്യം ലെജൻഡറി സ്റ്റാറ്റസ് ഉള്ള കുറെ പ്ലേയേഴ്സ് പോയിട്ടുണ്ട് ടർക്കിയിലേക്ക് നേരത്തെ തന്നെ. സല അങ്ങനെ പോയതാണെന്നല്ലേ? പിന്നെ സലയ്ക്ക് ഒരു അറബ് കണക്ഷൻ ഉണ്ടാവുമല്ലോ ടർക്കിയായിട്ട്. 15 million ആണ് സാലറി പെർ ഇയർ പ്ലസ് ഇമേജ് റൈറ്റ്സ്, 1+1 ഡീൽ. ഐ തിങ്ക് പുള്ളി ഡയറക്റ്റ് സൗദി പോവാണ്ട് ടർക്കി വഴി സൗദി പോകുന്ന പ്ലാൻ ആയിരിക്കും. ഐ തിങ്ക് ഹി വിൽ പ്ലേ ദർ ചാമ്പ്യൻ 1 year and then go to Saudi. എന്തായാലും it's still a more relevant league than Saudi. എന്നാൽ ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടാവും സല. ദാറ്റ്സ് എ വെരി റൈറ്റ് സൈഡിൽ സല, ലെഫ്റ്റ് സൈഡിൽ ട്രൊസാഡായി അല്ലേ? ലെഫ്റ്റ് സൈഡിൽ ട്രൊസാഡായി, റൈറ്റ് സൈഡിൽ സല. ഒരു
ബേസിക് എന്ത് കണ്ടിട്ടാണ് റിട്ടയർ ഓൾറെഡി ചെയ്തിട്ടാണ്? കൺഫേം ആയിട്ടോ. ഐ തിങ്ക് മോസ്റ്റ് സാന്റി FM എല്ലാരും കൺഫർമേഷൻ പറയുന്നുണ്ട്. ഓക്കെ, ഇത് വരുമ്പോഴേക്കും അതിന്റെ ന്യൂസ് എന്തായാലും നിങ്ങൾ അറിയും. സ്വരൂപേ, സൊബോസ്ലൈ അത് നല്ല പോസിറ്റീവ് ആണ്. എല്ലാരും അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ. സൊബോസ്ലൈ എന്റെ ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ക്യാരക്ടേഴ്സ് പറയുമ്പോ ഇംഗ്ലീഷ് പ്ലേയേഴ്സ് പൊതുവെ ഇല്ല ഇപ്പോഴത്തെ ലിവർപൂൾ പ്ലേയേഴ്സില്. ക്യാരക്ടർ ഉള്ള പ്ലേയേഴ്സ് വളരെ കുറവാണ് ഇപ്പോ. പിന്നെ ഇംഗ്ലീഷ് പ്ലേയേഴ്സ് തന്നെ കുറഞ്ഞു തുടങ്ങി. ഇപ്പൊ കേർട്ടീസും കുറെ റൂമറുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഫോറിൻ പ്ലേയേഴ്സ് ഉള്ളതിൽ തന്നെ സീനിയോറിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന ലീഡർഷിപ്പ് ഉള്ള പ്ലേയേഴ്സ് ഒക്കെ സീനിയേഴ്സായി അടുത്ത ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ പോവുക എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇനി അടുത്ത നെക്സ്റ്റ് ജെൻ എന്ന് പറഞ്ഞാൽ ഇറയോളയുടെ എറയില് നോക്കുമ്പോ സീനിയോറിറ്റി ഉള്ള ഒരു മീൻസ് ലെജൻഡറി അല്ല, എന്താ ലീഡർഷിപ്പ് ഉള്ള ഒരു പ്ലെയർ സുബോസ്ലെ മാത്രമായിട്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് കാണുന്നുള്ളൂ നോക്കിയിട്ട്. പിന്നെ ഇല്ലെങ്കിൽ കേർട്ടിസ് നിക്കണം. അതാണ് നെക്സ്റ്റ് തിങ്. അത് പക്ഷെ നോൺ പെർഫോമിംഗ് ക്യാപ്റ്റൻ പോലെ ആവും. ടീമിലില്ലല്ലോ, ടീമിൽ എന്തായാലും കേറില്ല. അല്ല, ക്യാരക്ടർ മെക്കാലിസ്റ്ററിനെ നമ്മൾ വിട്ടു. മെക്കാലിസ്റ്റർ, സൊബോസ്ലൈ, പിന്നെ വരുന്നത് കേർട്ടിസ് ആണ്. ബാക്കി ഒറ്റ പ്ലേയേഴ്സിന് അത്ര ക്യാരക്ടർ തോന്നുന്നില്ല. ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല ആ സ്ക്വാഡിൽ. ഞാൻ ക്യാപ്റ്റൻ ഓർ വൈസ് ക്യാപ്റ്റൻ അല്ല ഞാൻ സംസാരിക്കുന്നത്. ആസ് എ ടീമിന് ഇപ്പൊ പണ്ട് ക്ലോപ്പിന്റെ ഇടയിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂട്ടിലിറ്റി പ്ലെയർ ആയിട്ട് ഒരുപാട് യൂസ് ചെയ്തിരുന്നതാണ്. അയാളായിരുന്നു വൈസ് ക്യാപ്റ്റൻ. റോബർട്ട്സൺ ഉണ്ടായിരുന്നു, ഹെൻഡേഴ്സൺ ഉണ്ടായിരുന്നു, VVD, അതിന് ഇഷ്ടം പോലെ വയനാൽഡം, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല, എല്ലാം പോയി. എല്ലാ സീനിയേഴ്സും പോയി കഴിഞ്ഞപ്പോ പുതിയ യങ്സ്റ്റേഴ്സ് വളർന്നു വന്നിട്ട് വേണം. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു സുബോസ്ലയെ നിർത്തുക, വലിയൊരു കോൺട്രാക്ട് കൊടുത്ത് ഇവിടെ നിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. പിന്നെ പറഞ്ഞ പോലെ ഇറയോളയ്ക്ക് പറ്റിയൊരു പ്ലെയറും ആണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫേഴ്സിലേക്ക് ഇപ്പോ ഈ സീസണിന്റെ കേസ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ സീസൺ എൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫേഴ്സിലേക്ക് നമ്മൾ അധികം പോയിട്ടില്ലെങ്കിലും അടി തൊട്ട് മുകളിൽ വരെയുള്ള ഒരു അഴിച്ചുപണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ പല കാര്യങ്ങളും വരണേ. ഇപ്പൊ മാനേജർ കോച്ച് വന്നു കഴിഞ്ഞിട്ട് കോൺട്രാക്ട് ചില പ്ലേയേഴ്സിന് കൊടുക്കുന്നു. അതൊക്കെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ഇനി വേണ്ടത് സൈനിങ്സ് ആണ്. അതിലേക്കാണ് നമ്മുടെ എല്ലാവരുടെയും കണ്ണ് പോണി. സൊബോസ്ലൈനെ പോലെ ഉണ്ട് എന്ന് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ സീസണില് സ്ലോട്ടിന്റെ ഹെയർ സ്റ്റൈല് സുദീപ് കോപ്പി അടിച്ചു. ഇത്തവണ സൊബോസ്ലൈയുടെ ഹെയർ സ്റ്റൈൽ കോപ്പി അടിച്ചിരിക്കുകയാണ്. അപ്പൊ ഓബിനെ ആണ് ഹരിക്കും ഇതിനകത്ത് വരാം ആക്ച്വലി ഓബിൻ കഴിഞ്ഞിട്ട്. അതായത് ഹരി ഇപ്പൊ നമ്മളെല്ലാരും ഡിസ്കഷൻസ് ആണ്. സൊബോസ്ലൈയുടെ കാര്യം പറഞ്ഞാൽ സിനിക്കലായിട്ട് എന്ന് പറയാൻ പറ്റില്ല. ഒരു എന്താ പറയാ, മാർക്കറ്റിംഗ് ബ്രാൻഡിങ് വേസ് ആണെങ്കിൽ ഗുഡ് ലുക്കിംഗ് വൈറ്റ് ബോയ് ആസ് ദ ക്യാപ്റ്റൻ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. സ്റ്റീവൻ ജെറാർഡ് കഴിഞ്ഞിട്ട് നമ്പർ 8 വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ, ഒരു ക്ലബ് പോസ്റ്റേഴ്സിലും ഒരു ആക്സെപ്റ്റബിൾ പ്ലെയർ എന്ന രീതിയിൽ പുള്ളി. പിന്നെ സ്വരൂപ് പറഞ്ഞ പോലെ he was a captain of Hungary at the age of 19 or 20 or something. പണ്ട് നമ്മുടെ ടീമിൽ എല്ലാവരും നാഷണൽ ടീം ക്യാപ്റ്റൻസ് ആയിരുന്നു. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ലീഡർഷിപ്പ് കാണാനില്ല. വളർന്നു വരേണ്ടിയിരിക്കുന്നു. കാരണം ഐ തിങ്ക് ഗ്രാവൻബർച്ച് ആയാലും കെർക്കേസ് ആയാലും ഐ കാൻ സീ ദം. ജെറമി യാക്കെ ഓൾസോ ഒരു നേച്ചർ കണ്ടിട്ട് ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയലോ. ലിയോണി പ്രോബബ്ലി, പക്ഷെ ജെറോമി ഒരു പോസിബിൾ ക്യാരക്ടർ ആണ്. യങ് ആണ്. ആ ഫ്രഞ്ച് ടീമില് എംബാപ്പെ ഉള്ളപ്പോ അവർ എങ്ങനെ ലീഡർ ആവാനും. അല്ല, നമ്മുടെ ഞാൻ പറയുന്നത് ഫ്രാൻസ് ടീമിലല്ല. ഫ്രാൻസ് ടീമില് ഒരുപാട് പേരുണ്ട്, അത് നോക്കണ്ട. നമ്മുടെ ടീമിന്റെ കാര്യം നോക്കിയാൽ മതി. അല്ല, ഗാക്പോയുടെ കാര്യം നമുക്ക് അറിഞ്ഞൂടല്ലോ. എന്തായാലും ഓബിൻ, യെസ്, സൊബോസ്ലൈനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിലേക്ക് കയറണം. നമ്മളിപ്പം ഫലയിലേക്ക് പോയി പറഞ്ഞു. സോ ഇതിൽ സ്വരൂപ് പറഞ്ഞതിൽ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ക്ലോപ്പിന്റെ അണ്ടറിൽ നമുക്ക് ദൈവഭക്തിയുള്ള കുറെ എണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു അടി ഉണ്ടാക്കാൻ വന്ന ഒന്നാകെ ഇറങ്ങി വന്ന് അടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തഗ് ഫിഗേഴ്സ് ഇല്ലേ, നമ്മളിപ്പം ആ ടൈപ്പ് പ്ലേയേഴ്സ് ആയിരുന്നു എല്ലാം.
എന്താ പറയാ ലിവർപൂൾ കംബാക്ക് എന്ന് പറയുന്നത് കോർണർ ടേക്കൻ ക്വിക്ലി കംബാക്കില് മെസ്സി താഴെ ഇരിക്കുമ്പോൾ പോയിട്ട് ഒരു ആവശ്യമില്ലാണ്ട് പോയിട്ട് ചെവിയിൽ പോയിട്ട് 2 റൺ കൊടുത്തിട്ട് വരുന്ന റോബർട്ട്സൺ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് വരവറിയിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് 2-ാം മിനിറ്റിൽ 3-ാം മിനിറ്റിൽ പോയി ടാക്കിൾ ചെയ്യുന്ന ഒരു മില്ലർ. ഒരു ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെയാണ് ഈ കളി എന്ന് ബാക്കിയുള്ള ഒരു ഒപ്പോണൻസിന്റെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുന്ന മെസ്സേജ് എത്തിക്കാൻ പറ്റുന്ന കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. സോ ആ ഒരു ടൈപ്പ് പ്ലെയർ നമുക്ക് ഇപ്പൊ ഉള്ളത് സോബോസ്ലൈ മാത്രമാണ്. പിന്നെയും അതിൽ ഉള്ളത് എലിയറ്റ് ആണ്. ആ ചെറിയൊരു ശരീരം വെച്ചിട്ട് അടി ഉണ്ടാക്കാൻ പോകുന്ന നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. എന്തിനാ പോകുന്നത് പോലും അറിയാണ്ട് എല്ലാത്തിനും ഇടയ്ക്ക് പോയിട്ട് സംസാരിക്കുന്ന ഇത്രയുണ്ട്. സോ ആ ടൈപ്പ് പ്ലേയേഴ്സ് ഇല്ല. നമുക്കുള്ള എല്ലാ പ്ലേയേഴ്സും ഇപ്പം എന്താ പറയാ ഒരു ഇൻട്രോവേർട്ട് ടൈപ്പാണ്. ചോദിച്ചാൽ മാത്രം ഉത്തരം പറയുന്ന കുറെ എണ്ണം. സോ അവർക്ക് അവരെ ഇടയിൽ ഒരു ഫാദർ ഫിഗർ എന്നുള്ളതല്ലെങ്കിലും ഒരു പേഴ്സൺ ടു ലുക്ക് ഫോർ. ഓക്കെ, ഇവന്റെ ബാക്കിലാണ് ഞങ്ങൾ ഉള്ളത് എന്നുള്ളത് ആ ഒരു ടൈപ്പ് പ്ലെയർ ആണ് സപ്പോസ്ലൈ. ഇതിന് ഒരു കാഴ്ച തലയിൽ വെച്ചാൽ അടിപൊളിയായിട്ട് നിൽക്കും. പക്ഷെ ഏത് സമയത്ത് വേണമെങ്കിൽ തിരിഞ്ഞാൽ ഫാൻസ് ഒന്നാകെ തിരിഞ്ഞ് അടി ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടർ. ലൈക് പോളാർ ഓപ്പോസിറ്റ് ആയിരിക്കും, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. ബട്ട് ദാറ്റ്സ് വാട്ട് വി വുഡ് വാണ്ട് ഫ്രം എ ലീഡർ. എനിക്ക് സപ്പോസ്ലൈയുടെ നേച്ചറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഇന്നലത്തെ റെഡ് അലേർട്ടിലും പറഞ്ഞിരുന്നു. ആർസണൽ ഗെയിമിന് മുമ്പ് പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ലൈക്ക് വി ആർ ദ ചാമ്പ്യൻസ്, വി ആർ പ്ലേയിങ് ദ ചാമ്പ്യൻസ്, ആൻഡ് ദാറ്റ് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ദാറ്റ് വി വാണ്ട് ഇൻ ദ ക്ലബ്. ആ ഒരു സ്ലോട്ടിന്റെ ഇറയിൽ ആ ഒരു സാധനം കുറച്ചൊന്ന് അയഞ്ഞു പോയിണ്ടായിരുന്നു. ഈവൻ ക്ലോപ്പ് വാസ് നോട്ട് ദാറ്റ്. സോ എനിക്ക് തോന്നുന്നു ഒരു ജെൻസി ഇറയിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആണ് ആൾക്കാർക്ക് താല്പര്യം. എനിവേ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ ജസ്റ്റ് ഒരു കാര്യം ഒന്ന് പറഞ്ഞതിന് ഒരു അനക്സ് ആയിട്ടൊന്ന് പറഞ്ഞോട്ടെ. ഈ ലീഡേഴ്സിന്റെ കാര്യം പറഞ്ഞത്, ഇപ്പോ ക്ലോപ്പിന്റെ കീഴിൽ നമ്മൾ ഉണ്ടായിരുന്നതും ഷൈൻ ചെയ്തതും എല്ലാം ലീഡേഴ്സ് ആയിരുന്നു. റോബർട്ട്സൺ ആയാലും എന്താ പറയാ ഒരു മോസാല ആണെങ്കിലും ഒരു ഇതല്ല, ഫബീനോ എന്നും ഒരു ക്യാപ്റ്റൻ അല്ലായിരുന്നു, പക്ഷെ പുള്ളിക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളായിരുന്നു ഫബീനോ. അപ്പൊ ഒരുപാട് ലീഡേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ ടീമിൽ തന്നെ. എത്രയാണ് ഒരു റെക്കോർഡ് നമ്പർ ഓഫ് നാഷണൽ ടീം ക്യാപ്റ്റൻസോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു നമ്മുടെ ടീമിൽ ആ സമയത്ത്. അത് തന്നെയല്ല ഒരുപാട് സീനിയർ ഫിഗേഴ്സ് ഉണ്ടായിരുന്നു ടു ലുക്ക് ഫോർവേഡ് ടു. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എനിക്ക് ചെറിയൊരു, അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് വൈ ഈ ഇറയോള വന്നത് ഇസ് അറ്റ് എ ഗുഡ് ടൈം എന്ന് തോന്നാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ലാസ്റ്റ് സീസണിൽ നമ്മൾ മേടിച്ച പ്ലേയേഴ്സിന്റെ സ്കിൽ സെറ്റിനെ കുറിച്ചൊന്നും ആർക്കും ഒരു ഡൗട്ട് ഇല്ല. പേക്കിറ്റിക്ക് ആണെങ്കിലും വേർഡ്സ് ആണെങ്കിലും ആരാണെങ്കിലും ഒരു സ്കിൽ സെറ്റിനെ കുറിച്ച് നമുക്ക് ഈസാക്ക് ആണെങ്കിലും ഒരു ഡൗട്ട് ഇല്ല. പക്ഷെ ഇവരെല്ലാം ഒരു ഫ്ലെയർ പ്ലേയേഴ്സ് ആണ്. പക്ഷെ ഇവര് എന്താ പറയുക, കുറച്ചൊരു വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. കുറച്ച് ലെയ്ഡ് ബാക്ക് ആണ്, കുറച്ച് എന്താ പറയുക പേക്കിറ്റിക്ക് ഒക്കെ ആണെങ്കിലും ഒരു ഫ്ലാംബോയിന്റ് ആയിട്ടുള്ള എന്താ പറയുക ലൈഫ് സ്റ്റൈലും അങ്ങനത്തെ ഒരു രീതിയിൽ പോകുന്ന കളിക്കാരാണ്. അപ്പൊ നമുക്ക് 90s ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ 90s കണ്ടിട്ടല്ല, എന്നാലും നമ്മൾ ഗോ ബാക്ക് ആൻഡ് വാച്ച് ആൻഡ് റീഡ് കണ്ടിട്ടുണ്ടല്ലോ. അതായത് അന്ന് ശരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിനേക്കാളും ടാലന്റ് ഉള്ള ടീം നമ്മുടെ ടീമായിരുന്നു സത്യത്തിൽ. ലൈക് പ്ലെയർ ഫോർ പ്ലെയർ നോക്കി കഴിഞ്ഞാൽ അതിപ്പോ ഫൗളർ ആണെങ്കിലും ഓവൻ ആണെങ്കിലും ബർഗർ ആണെങ്കിലും ഒരുപാട് ടാലന്റഡ് കളിക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇവരെല്ലാം മക്മാനമൻ, അപ്പൊ ഇവരെല്ലാം പക്ഷെ ഒളിച്ചിങ് നടക്കുക ആ ഒരു വൈബിൽ പോകുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ അതിന് പറ്റിയ മാനേജറായിരുന്നു സ്ലോട്ട്. കാരണം പുള്ളി 2 ആഴ്ച കൂടുമ്പോൾ വെക്കേഷന് പുള്ളി തന്നെ വെക്കേഷന് പോകും, പിന്നെ തോന്നുമ്പോൾ ട്രെയിൻ ചെയ്താൽ മതി. ഇതിന് പറ്റിയ മാനേജറായിരുന്നു. അപ്പൊ നമ്മൾ ആ ഒരു ലൂപ്പിലേക്ക് വീണ് പോകുന്നുള്ള ഒരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇറയോളം വന്നതോടുകൂടി അത് നടക്കില്ല. ആക്ച്വലി വി നീഡ് മോർ ക്യാരക്ടേഴ്സ്, അത് ഷുവറാണ്. ആക്ച്വലി സൊബോസ്ലൈ അല്ലാതെ വേറൊരു ഓപ്ഷൻ, ആലിസന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ആലിസന് കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. കർട്ടിസ് ജോൺസ് പോലും പുള്ളി ഐ ഡോണ്ട് തിങ്ക് ഹി വിൽ എവർ ബിക്കം എ സ്റ്റാർട്ടർ. സോ എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതൊരു ഭയങ്കര കീ സംഭവമാണ്. അതാണ് നമുക്ക് അവിടെയാണ് ശരിക്കും സൊബോസ്ലൈ യെസ് നമ്മളൊരു എന്താ പറയാ ക്ലോപ്പ് പറയുന്ന ഒരു സ്പൈൻ ഉണ്ടാക്കുക എന്നുള്ളത്. ജെറമിയാക്കെ, ലിയോണി, എനിക്ക് അഗെയിൻ ഹരി പറഞ്ഞ പോലെ ലിവർപൂളിന്റെ ഇഷ്യൂ തന്നെ നമ്മൾ സൈൻ ചെയ്ത പ്ലേയേഴ്സ് ഒന്നും മോശമല്ല, പക്ഷെ നമ്മൾ ദ ക്വാണ്ടിറ്റി ഓഫ് പ്ലേയേഴ്സ് വി സൈൻ ഇസ് വെരി ലോ. അവിടെയാണ് നമുക്ക് ഈ സ്റ്റോപ്പ് ഗ്യാപ്പ് സൊല്യൂഷൻസിൽ വന്നിട്ട് നമ്മുടെ സീൻ എല്ലാം ഡിറയിലാവുന്നത്. ഒരുപാട് ക്ലബ്സ് ട്രോൾ ചെയ്യുന്നുണ്ടാവും, ഇസാക്ക് ആണെങ്കിലും വേർഡ്സ് ആണെങ്കിലും. ബട്ട് വൺസ് ദേ സ്റ്റാർട്ട് പ്ലേയിങ് വി ഹാവ് അബ്സല്യൂട്ട്ലി നോ ഡൗട്ട് ദേ വിൽ ബി മൈൻഡ് ബ്ലോയിങ് ടു വാച്ച് അണ്ടർ എ ഗുഡ് മാനേജർ, അണ്ടർ എ മാനേജർ ഹു വാണ്ട്സ് ടു പ്ലേ ഫുട്ബോൾ. അപ്പോ ഇവിടെ നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ടച്ച് ചെയ്ത് പോയിരുന്നു. സൊബോസ്ലൈ ഓബിൻ പറഞ്ഞ പോയിന്റ് ആണ്, അതായത് സൊബോസ്ലൈ ഒരു കളി പോലും ഇറയോളക്ക് കളിക്കുന്നതിന് മുമ്പ് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ
സംതിങ് ദാറ്റ് ഹാസ് ബീൻ സോൾഡ് ടു ഹിം, ഹി ലൈക്ക് ഇറ്റ്. അപ്പോ അവിടെയാണ് നമ്മുടെ ഈ സൈനിങ്സിനെ കുറിച്ച് എനിക്ക് വരുന്ന നമുക്ക് ആരൊക്കെ വേണം എന്നുള്ള ഒരു ഇത്. അപ്പം what I like about Iraola so far is that he is very honest about it. പുള്ളി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ലിവർപൂൾ മാനേജർ ആയിരിക്കും that there will be signings എന്ന് പറയുന്നത്. അത്രയും കോൺഫിഡന്റ് ആയിട്ട്. അത് പുള്ളിയുടെ ഈ ക്ലബിനെ അറിയാത്തത് കൊണ്ടാണോ അതോ പുള്ളിയുടെ ഓണസ്റ്റി ആണോ നമുക്ക് നോക്കാം. സോ ഒരു റൈറ്റ് വിങ്ങർ വരും എന്ന് പറഞ്ഞു. ഫസ്റ്റ് അതിലേക്ക് പോവാം. അതിന് ഇത്തിരി കൂടി രസമായിട്ട് പറയാം. ഇനി മീഡിയയില് പറഞ്ഞു ഇനി ഇവർക്ക് തരാതിരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് പറയണോ അറിയില്ല. അതിൽ കാര്യമൊന്നുമില്ല. പണ്ട് ബ്രണ്ടൻ റോജേഴ്സ് മീഡിയയിൽ പോയിട്ട് പറഞ്ഞായിരുന്നു, ഐ ക്യാൻ കാറ്റഗറിക്കലി സേ ബാലറ്റോളി വോണ്ട് ബി എ ലിവർപൂൾ പ്ലെയർ എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ബാലറ്റോളിനെ സൈൻ ചെയ്തു. അപ്പൊ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അതുവരെ ബാലറ്റോളി എവിടെയെന്നല്ല അറിയില്ലായിരുന്നു. പറഞ്ഞപ്പോ ആരും സൈൻ ചെയ്യൂലെന്ന് പറഞ്ഞല്ലോ, പോയി തപ്പി കണ്ടുപിടിക്കുക. അപ്പോ നമ്മുടെ റൈറ്റ് വിങ്ങർ വോണ്ട് ബി അറ്റ് ദ സെയിം മോൾഡ് ഓഫ് സല എന്ന് പറഞ്ഞു. അവിടെയാണ് ഐ തിങ്ക് വി ഷുഡ് സ്റ്റാർട്ട് ആ ഡിബേറ്റ്. വേർ ഡസ് സൊബോസ്ലൈ പ്ലേ? ഐ തിങ്ക് എ ലോട്ട് വിൽ ഡിപെൻഡ് ഓൺ ദാറ്റ്. നമ്മൾ ആരെയാണ് മേടിക്കുന്നത്. സൊബോസ്ലൈ റൈറ്റ് വിംഗിൽ ലൈപ്സിക് റോൾ ആണെങ്കിൽ വി വിൽ ബി പ്രോബ്ലി സൈനിങ് അ വേൾഡ് ക്ലാസ് സോ കോൾഡ് ബിഗ് മണി മിഡ്ഫീൽഡർ. ഇനിയിപ്പോ സൊബോസ്ലൈ മിഡ്ഫീൽഡിൽ ആണെങ്കിൽ പ്രോബ്ലി സൈൻ എ റൈറ്റ് വിങ്ങർ. എന്താണ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ദാറ്റ്? ആൻഡ് ഏതൊക്കെ പൊസിഷൻസ് ആണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്? ഇതിൽ ഇറയോള സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഐ പ്രോബ്ലി സൈൻ എ വിങ്ങർ തന്നെയാ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് വോണ്ട് ബി എ മുഹമ്മദ് സല ടൈപ്പ്, അതായത് ലെഫ്റ്റ് വിങ്ങർ ഹൂ കട്ട്സ് ഇൻ ആയിരിക്കാൻ ചാൻസ് ഇല്ല. ഒന്നാമത് ഈ ലെഫ്റ്റ് വിങ്ങർ ഇൻ ദ മാർക്കറ്റ് സാധനം ഇല്ല. ലെഫ്റ്റ് വിങ്ങർ ആരാ ഉള്ളത് ഫ്രീ ആയിട്ടുള്ളത്? ഐ മീൻ ഫ്രീ ആയിട്ട് റൈറ്റ് വിങ്ങർ ലെഫ്റ്റ് ഫുട്ട്. ഈ ലെഫ്റ്റ് ഫുട്ടഡ് പ്ലെയർ എന്ന് പറയുന്ന മാർക്കറ്റിൽ ഇല്ലല്ലോ. ഒലീസ ഉണ്ട്, വാങ്ങൂല. യമാൽ ഉണ്ട്, വരൂല. ബാക്കി ആരും ഇല്ല. അത് ഉദ്ദേശിച്ചത് തന്നെയാവും. റൈറ്റ് ഫുട്ടഡ് റൈറ്റ് വിങ്ങർ ഉദ്ദേശിച്ചേക്കണേ. അത് തന്നെയാണ് കൂടുതൽ. ഈ എൻറ്റയർ ഹോൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ അത്രേ ഉള്ളൂ. ലെഫ്റ്റ് ഫുട്ടഡ് ഗ്രേറ്റ് പ്ലേയേഴ്സ് എന്ന് പറയാൻ ആരും ഇല്ല. ഇപ്പം അപ്പ് ആൻഡ് കമ്മിങ് ആരെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. ഒരു മിക്കവാറും നമ്മളൊരു ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങറെ വാങ്ങിയിട്ട് കുറച്ചൊന്ന് സ്റ്റൈൽ ചേഞ്ച് ചെയ്യേണ്ട പ്ലാൻ ആയിരിക്കും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ലൈക്ക് 10 കളിച്ചിട്ട് വേർഡ്സ് ലെഫ്റ്റിലേക്ക് മാറാനുള്ള ചാൻസും കാണുന്നുണ്ട്. അല്ലാണ്ട് ഒരു വിങ്ങറിന്റെ ആവശ്യം എവിടെ? ആക്ച്വലി ഞാൻ പറഞ്ഞോ. ഓക്കെ, ഈ ഫസ്റ്റ് ഓഫ് ഓൾ വേർഡ്സിനെ മേടിച്ചിട്ട് ഞാൻ കഴിഞ്ഞ സീസണിൽ ഞാനും കുറെ ആലോചിച്ചാണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കട്ടിങ്ങും ചെയ്ത് കളിച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും എന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നണത് 10 കളിക്കാനല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല പുള്ളി എന്തിനു വാങ്ങണം. അവിടെ കളിക്കാനായിട്ടാണ് ലെഫ്റ്റ് വിങ്ങറെ വാങ്ങിയാൽ മതി. കഴിഞ്ഞ അടുത്ത് നമ്മുടെ ട്രാൻസ്ഫർ സ്ട്രാറ്റജിയുടെ അതിന്റെ തോട്ട് പ്രോസസ് എന്താണെന്ന് എനിക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല. അത് വേറൊരു കാര്യം. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത് ഓക്കെ, അതിലും ബെറ്റർ ഓപ്ഷൻ എന്ന് വെച്ചാൽ സൊബോസ്ലൈനെ റൈറ്റ് വിങ്ങർ കളിപ്പിക്കുക എന്നുള്ളതാണ്. ലൈക്ക് എന്നിട്ട് ഒരു റൈറ്റ് ഫുട്ടഡ് ലെഫ്റ്റ് വിങ്ങറെ മേടിക്കുക എന്നുള്ളതാണ് അതിലും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു റൈറ്റ് ബാക്കിനെയും കളിപ്പിക്കാം, കാരണം ഈ വിൽ കവർ ഫോർ ഹിം. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ. കാരണം സൊബോസ്ലൈ ലൈപ്സിഗിൽ കളിച്ചിട്ടുണ്ട് ആ പൊസിഷനിൽ ആൻഡ് ഹി വാസ് ഗുഡ് ദേർ. അപ്പോൾ ഒബ്വിയസ്ലി ഹി വോണ്ട് ബി യുവർ ലൈക്ക് എന്താ പറയാ ഒരു ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള എക്സ്പ്രസ് സ്പേസിൽ പോകുന്ന കട്ടിങ് ചെയ്തിരുന്ന അങ്ങനത്തെ ഒരു റൈറ്റ് വിങ്ങർ ആയിരിക്കില്ല. ഹി വിൽ ബി ഡിഫറെന്റ് സോർട്ട് ഓഫ് പ്ലെയർ. പക്ഷേ ഹി ക്യാൻ പ്ലേ ദർ. ഐ എം നോട്ട് അഡ്വക്കേറ്റിംഗ് ടു പ്ലേ ദർ. പക്ഷെ ഈ പറഞ്ഞ പോലെ വേർഡ്സിനെ ലെഫ്റ്റിൽ കളിപ്പിക്കുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ എന്തായാലും സൊബോസ്ലൈനെ റൈറ്റ് വിങ്ങിൽ കളിപ്പിച്ചിട്ട് വേർഡ്സ് ടെം ആൻഡ് സൈൻ സമൺ എൽസ് ഫോർ ദി ലെഫ്റ്റ്. ഇതില് ഒരു കാര്യം വെച്ചാൽ അങ്ങനെ ആണെങ്കിൽ ഓൾറെഡി നമ്മൾ യൂണിവേഴ്സിറ്റി സൈൻ ചെയ്തിട്ടുണ്ട്. റിയോ അവിടെ ഉണ്ട്, ഗ്യാപ്പോ ഉണ്ടെങ്കിൽ ഗ്യാപ്പോ ഉണ്ട് ലെഫ്റ്റില്. ഐ തിങ്ക് തോന്നുന്നില്ല ഗ്യാപ്പോ പോകുന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ നിൽക്കുന്നുള്ളത്. ബട്ട് സ്റ്റിൽ തൽക്കാലത്തേക്ക് ഉണ്ട്. സപ്പോസ്ലി ആണ് റൈറ്റ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ വൈ ഡു വി നീഡ് ടു സൈൻ എ വിന്നിംഗ് വിങ്ങർ? ഇച്ചങ്ങായിക്ക് വേറെ ഏതെങ്കിലും പൊസിഷൻ പറയത്തില്ല, പൊസിഷൻ തന്നെ പറയാണ്ടിരിക്കായിരുന്നു. പക്ഷെ ഐ വിൽ സൈൻ നോട്ട് എ മോസല എന്ന് പറയുമ്പോൾ വി ആർ എക്സ്പെക്ടിങ് സംബഡി ദേർ. ഓബിൻ, എനിക്ക് എന്റെ അടുത്ത സോറി ഞാൻ കൂടുതൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇസ് ദാറ്റ് ഇറയോള ആയിക്കോട്ടെ, whoever slot got the sack,
because who sacked him? Edwards and Hughes sacked him. Why? Because they bought few players and he couldn't make them play. അതാണ് സിമ്പിൾ ലോജിക് ഇതിന്റെ. സോ വേർഡ്സ് ഇസ് 115 million. ഇസാക്ക് ഇസ് 125 million. They both have to play. ഇനി അതില് നമുക്ക് അവരെ സൈഡിലോട്ടും പിടിച്ചു മാറ്റാം. 250 million വർത്ത് ഓഫ് വേൾഡ് ക്ലാസ് ടാലന്റ് തന്നെ സമ്മതിക്കാം. സോ ഇനി നമുക്ക് കുറച്ചൊരു ക്ലോപ്പിന്റെ ഹാങ് ഓവർ ഉള്ളത് കൊണ്ടാണ് വി ആർ ലുക്കിംഗ് അറ്റ് വിംഗേഴ്സ് ഇസ് വാട്ട് ഐ ഫീൽ. നമ്മുടെ മെയിൻ പ്ലേയേഴ്സ് ഇസ് ആർ നമ്പർ 9 ആൻഡ് ആർ നമ്പർ 10. യു ബിൽഡ് അറൌണ്ട് ദം. നമുക്കിനി മാനയോ സലയോ പോലെ സൈഡിൽ കൂടെ വന്നിട്ട് 20-25 കോടി അടിക്കേണ്ട ആവശ്യമില്ല. എക്കിടിക്കെ വിൽ കം ബൈ ജാനുവരി ഓർ ഫെബ്രുവരി, whenever he comes, he is also number 9. So Isak has to score 25 goals. Wirtz has to score 15-20 goals. That should be the target. അപ്പോൾ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സൈനിങ്സ് ആയിരിക്കണം ഇനി വരേണ്ടത്. സോ ഇപ്പം ഹരി പറഞ്ഞ പോലെ സൊബോസ്ലൈ പ്ലേസ് ഓൺ ദ റൈറ്റ്, നമ്മുടെ വേർഡ്സ് നമ്പർ 10. ലെഫ്റ്റിൽ കളിക്കാൻ നമ്മളിപ്പോ ലിങ്ക് ചെയ്ത പ്ലേയേഴ്സും, ഈവൺ ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട്, ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഹാപ്പൻ, ബാർക്കോള ഓർ ഹൂഎവർ, ലെഫ്റ്റിൽ കളിക്കാൻ നമുക്കൊരു ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങർ, ഒരു പേസി വിങ്ങർ ആയിരിക്കും തോന്നുന്നു. ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് നമ്മുടെ റിയോ ഓർ മ്യൂനിയോസ് ക്യാൻ പ്ലേ ഹോൾ സീസൺ. ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ ബാഴ്സലോണയോട് കളിക്കുമ്പോൾ അവിടെ റിയോനെയും മ്യൂനിയോസിനെയും കൊണ്ട് പോകാൻ പറ്റില്ല. യു കാൻ സ്റ്റാർട്ട് ദം. ദേ വിൽ പ്രോബ്ലി ഗ്രോ ആസ് എ ടീം. ഇതൊരു വേറൊരു ഗുണം, റൈറ്റ് വിംഗിൽ സൊബോ കളിച്ചു കഴിഞ്ഞാൽ ബാക്കപ്പ് ആയിട്ട് എലിയറ്റ് ഉണ്ട്, വേർഡ്സിന് ബാക്കപ്പ് ആയിട്ട് എലിയറ്റ് ഉണ്ട്. ഇതാണ് എന്റെ ഒരു, ദാറ്റ് ഈസ് മൈ തോട്ട് പ്രോസസ്. ഐ ഡോണ്ട് നോ അതേഴ്സ് ക്യാൻ കം ഇൻ. അല്ല, എന്തായാലും വേറെ സൈനിങ് ഉണ്ടാവും റൈറ്റ് സൈഡില്. അതാണ് ഫീൽ ചെയ്യുക. കാരണം സുബോസ്ലൈയുടെ ഒരു സ്റ്റൈലുള്ള പ്ലെയർ അല്ല ബോൺമത്തില് അങ്ങനെ കളിക്കുന്ന റൈറ്റിലെ ആൾക്ക് കുറച്ചുകൂടി വേർട്ടിക്കലായിട്ട് ഓടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. പുള്ളിക്ക് കൂടുതൽ താല്പര്യം ആ സൈഡിൽ കളിക്കാൻ. ഇപ്പോ അവിടെ ഇത് സൊബോസ്ലെ കുറച്ചും കൂടി ഇപ്പൊ നമുക്കറിയാം ലോങ് റേഞ്ച് ഷോട്ടുകൾ അടിക്കും. അതൊക്കെ കുറച്ചും കൂടി ബോക്സിന്റെ സെൻട്രൽ പൊസിഷനിൽ വന്നിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ പൊസിഷനിലായിരിക്കും സൊബോസ്ലേക്ക്, ആ ഒരു ഹാഫ് സ്പേസിലായിരിക്കും സൊബോസ്ലെ കുറച്ചും കൂടി ഇംപ്രസ് ചെയ്യുക. എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ റൈറ്റ് ബാക്കിന് മേടിച്ച ഫ്രിംപോങ്ങിനെ കുറച്ച് അഡ്വാൻസ് ചെയ്ത് കളിപ്പിക്കാം എന്ന് ആലോചിക്കും. പക്ഷെ അങ്ങനെയല്ല. പുള്ളി പറഞ്ഞു, ഡോബിൻ പറഞ്ഞ പോലെ വിങ്ങിന് ഒരാളെ മേടിക്കും. അത് ഈ പറഞ്ഞ പോലെ നേരത്തെ ക്രിസ്തുപ്പ പറഞ്ഞ പോലെ സാല മാനെ ടൈപ്പ് അങ്ങനെ കട്ടിൻ ചെയ്ത് ഗോൾ അടിക്കുന്ന പ്ലെയർ ആവില്ല. അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതല്ലാണ്ട് ഡിഫറെന്റ് പ്രൊഫൈലുള്ള എന്നാൽ കുറച്ചുകൂടി ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള. ഇപ്പോൾ ഡയമണ്ടിനെ കുറിച്ച് അങ്ങനെയാണല്ലോ പറഞ്ഞത്. അങ്ങനെ ഒരു ആ പ്രൊഫൈൽ ആലോചിച്ചത് അതുകൊണ്ടായിരിക്കാം ഓടിച്ചെന്ന്. ഡയമണ്ട് അങ്ങനെ ഗോൾ സ്കോറിംഗ് അല്ല, അസിസ്റ്റ് ചെയ്യുന്നുള്ളതാണ് കണക്കാക്കിയത്. അത് വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടു, അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷെ അതല്ല ആലോചിക്കുന്നത്. അങ്ങനെയാണ് തോട്ട് പ്രോസസ് പോയേക്കണേന്ന്. അതായത് അവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് എന്താണ് കിട്ടുക എന്നുള്ളതാണ് നോക്കുന്നത്. എലിയട്ട് അവിടെ ബാക്കപ്പ് ആയിട്ടായിരിക്കും ചിലപ്പോൾ കണക്കാക്കിയിട്ടുണ്ടാവും. എലിയട്ടിന് അവിടെ കളിക്കാൻ പറ്റില്ല. ലെഫ്റ്റ് സൈഡിൽ ഇപ്പോ പറഞ്ഞ പോലെ ഗാക്പോ തൽക്കാലം ടീമിൽ ഉണ്ട് എന്നുള്ള കണക്കുകൂട്ടലാണ്. അപ്പൊ അവിടെ 3 പ്ലേയേഴ്സ് ഉണ്ട്. മുനിയോസ് ഉണ്ട്, റിയോ ഉണ്ട്. ഇവിടെ റിയോനെ 2 സൈഡിലും മാറി മാറിയൊക്കെ കളിപ്പിക്കാൻ ചാൻസ് ഉണ്ട് ഇത്തവണ. 2 സൈഡിലും ബാക്കപ്പും ഒക്കെ ആയിട്ട് വരുമല്ലോ. അപ്പോ മുനിയോസും അതുപോലെ തന്നെ അങ്ങനെ ഒരു ഫ്ലൂയിഡ് സിസ്റ്റം നോക്കും. വേർഡ്സ് എന്തായാലും ക്രൗപ്പി കളിക്കുന്ന ആ പൊസിഷനിലായിരിക്കും വേർഡ്സിനെ കളിപ്പിക്കുക. ലെഫ്റ്റിൽ അതൊന്നും അല്ല. ക്രൗപ്പി ജൂനിയർ കറക്റ്റ് ആ അത് ഉള്ളിൽ കണ്ടിട്ടുണ്ടാവും റിയോള. അതിന്റെ ഫ്രണ്ടിൽ ഇസാക്കും. ഈ ഇവാനിൽസനും ക്രൗപ്പിയും കളിച്ച പോലെ തന്നെയായിരിക്കും ഇവര് കളിക്കാൻ ചാൻസ്. ബാക്കിയുള്ള കാര്യം നോക്കിയാൽ മതി. റൈറ്റ് സൈഡില് പുതിയ പ്ലെയർ വരും, നോക്കാം. ഇതിപ്പോ ഇറോളയുടെ ബോൺമോത്തിലെ ഒരു സ്റ്റൈല് നോക്കുകയാണെങ്കിൽ പുള്ളിക്ക് മിഡ്ഫീൽഡ് ടൂല് വേണ്ടത് ഇത്തിരി മൂവ് ചെയ്യണം, ബോള് മൂവ് ചെയ്യുക, ഇത്തിരി മൊബൈൽ ആയിട്ടുള്ള പ്ലെയർ, അതേപോലെ ഇത്തിരി പ്രസ് റെസിസ്റ്റന്റ് ആയിട്ട് ഷോർട്ട് പാസ് ഒക്കെ നല്ലോണം ചെയ്യണേ. മീൻസ് കാരണം അവരുടെ കൗണ്ടർ ആണെങ്കിലും ബിൽഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ബോളിലൂടെ അല്ല, വിങ്ങിലേക്ക് നേരിട്ട് വിങ്ങർ ഓടിക്കേറി അങ്ങനെയുള്ള കൗണ്ടർ അല്ല. മിഡ്ഫീൽഡിൽ കൂടെ ജസ്റ്റ് 1-2 പാസ് ചെയ്തിട്ടാണ് അവർ ബിൽഡപ്പ് ചെയ്യാറ്. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഇപ്പൊ നമ്മുടെ സ്ക്വാഡിലുള്ള പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാലിസ്റ്റർ നോക്കിക്കഴിഞ്ഞാലും സൊബോസ്ലെ നോക്കിക്കഴിഞ്ഞാലും ഗ്രാവൻബർഗ് നോക്കിക്കഴിയുകയാണെങ്കിലും കേർട്ടിസ്, ഇവരൊക്കെ ഇയാളുടെ സ്റ്റൈലിന് പറ്റിയ പ്ലേയേഴ്സ് തന്നെയാണ്. അപ്പൊ എന്റെ ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിൽ ആരെങ്കിലും പോവുകയാണെങ്കിൽ മാത്രം അവിടെ ഒരു റീപ്ലേസ്മെന്റ് ആവശ്യമുള്ളൂ എന്നുള്ളതാണ് എന്റെ ഒരു വ്യൂ പോയിന്റ്. പിന്നെ വേർഡ്സിന്റെ കാര്യം സുദീപ് പറഞ്ഞ പോലെ തന്നെ അതിന് ബാക്കപ്പ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലെയർ എലിയോട്ട് തന്നെയാണ് ഈ സ്ക്വാഡിലുള്ളതിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് ഈ പറയുന്ന അറ്റാക്കിംഗ് തേർഡില്
മൂവ്മെന്റ്സ് ഒക്കെ നല്ലോണം ഉള്ള ഇത്തിരി സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. പിന്നെ ഐ ഓൺ ഗോൾ ഉണ്ട് ആൾക്ക്. അപ്പൊ സൊബോസ്ലയുടെ കേസ് പറയുകയാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് 1 ടച്ച് 2 പാസ് ചെയ്ത് അങ്ങോട്ട് മൂവ്മെന്റ് റൺ മേക്ക് ചെയ്ത് ഔട്ട്സൈഡ് ദ ബോക്സ് വന്നു കഴിഞ്ഞാൽ വിങ്ങിൽ നിന്നായാലും ജസ്റ്റ് ബോൾ വന്നു കഴിഞ്ഞാൽ ഷൂട്ട് അടിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ എൻഡപ്പ് ചെയ്യണ രീതിയിലാവും അയാളുടെ കളി. സോ ഞാൻ ആ രീതിയിലാണ് കാണുന്നത്. പിന്നെ ഈ പറഞ്ഞ പുതിയ സൈനിങ് മുനോസിന്റെ കേസ് അയാള് ഇന്റർവ്യൂല് പറഞ്ഞൊരു കാര്യമുണ്ട്, ഹി ക്യാൻ പ്ലേ ഇൻ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്നുണ്ട്. അത് എപ്പോഴും അയാള് സ്ട്രെസ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ലെഫ്റ്റ് വിങ്ങിലും അയാളെ കളിപ്പിക്കും, റൈറ്റ് വിങ്ങിലും. ഇപ്പോ സുദീപ് പറഞ്ഞു റിയോന്റെ കേസ്, മുനോസിന്റെ കേസൊക്കെ സെയിം ആണ്. ലെഫ്റ്റ് വിങ്ങിലും കളിപ്പിക്കും, റൈറ്റ് വിങ്ങിലും കളിപ്പിക്കും. അയാൾ അത് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് ഈവൻ ഈ സാക്കിനെ ചിലപ്പോൾ ചില കളി ബെഞ്ചിൽ ഇരുത്തിയിട്ട് ഇതിലൊരാളെ വേണമെങ്കിൽ സെന്ററിലും കളിപ്പിച്ചു എന്ന് പറയാം. മുനോസിനെ ചിലപ്പോൾ ഫോർവേഡ് ആയിട്ടും കളിപ്പിക്കാം. അപ്പൊ ആ അറ്റാക്കിംഗ് തേർഡിൽ എപ്പോഴും ഒരു മൂവ്മെന്റ് ഉണ്ടാവും. സ്റ്റാർട്ടിംഗ് ലെവലിൽ അത് എപ്പോഴും മൂവ്മെന്റ് ഉണ്ടാവും. അതിപ്പോ നമ്മൾ സൈൻ ചെയ്യാൻ പോണ പ്ലെയർ ആയാൽ പോലും ലെഫ്റ്റ് ഫുട്ടഡ് ഓർ റൈറ്റ് ഫുട്ടഡ് ഇറ്റ് ഡസൻ മാറ്റർ. അയാളെ റൈറ്റ് വിങ്ങിലും കളിപ്പിക്കും, ലെഫ്റ്റ് വിങ്ങിലും കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിട്ടാവും വാങ്ങാൻ ചാൻസ്. അതാണ് എന്റെ ഒരു വ്യൂ പോയിന്റ്. യെസ്. അപ്പോ ഹരിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, വി ബിഡ് 86 million ഫോർ ദ വിങ്ങർ wherever we place ഡയമണ്ടിലേക്ക്. സോ ബേസിക്കലി നമ്മൾ അത്രയും ഡെസ്പെറേറ്റ് ആണ് ടു ലാൻഡ്. അവരുടെ അസംഷനിൽ ഹി ഈസ് വേൾഡ് ക്ലാസ്. സോ ഈ ബാർക്കോള ലിങ്ക്സ്, റയൻ ലിങ്ക്സ്, അപ്പം ഒരു ബിഗ് മണി സൈനിങ് തന്നെ ആയിരിക്കും വിങ്ങർ ഹൂവർ കംസ് പ്ലേ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ നമ്മുടെ എന്താ പറയാ സലയുടെ പൊസിഷൻ എടുക്കാൻ പറ്റുന്ന പ്ലെയർ ഇപ്പൊ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ അടുത്ത വർഷത്തേക്ക് മാറ്റി എന്ന് പറയാനും സാധ്യത ഇല്ലായ്മയില്ല ഗാക്പോനെ വെച്ചിട്ട്. ഇപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുമ്പോൾ റിയോ ക്യാൻ പ്ലേ ഓൺ ബോത്ത് സൈഡ്സ്, മുനോസ് ക്യാൻ പ്ലേ ഓൺ ബോത്ത് സൈഡ്. എന്റെ ചോദ്യം, വെൻ വേർഡ്സ് പ്ലേസ് നമ്പർ 10 we need a midfielder again now. കാരണം മെക്കാലിസ്റ്റർ, ഗ്രാവൻബർച്ച് അല്ലെങ്കിൽ സൊബോസ്ലൈ, ഗ്രാവൻബർച്ച്, മെക്കാലിസ്റ്റർ, സൊബോസ് ഒന്നും വർക്ക്ഔട്ട് ആവില്ല. വി നീഡ് എ പ്ലെയർ ദർ ടു പ്രൊട്ടക്ട്. സോ അങ്ങനെ ഒരു CDM എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് സംബഡി ഹൂ ക്യാൻ എന്താ പറയാ ഡിഫൻസ്, അതെ റൺസ് പറഞ്ഞു. ഞാൻ സ്വരൂപ് പറഞ്ഞുകൊണ്ടിരുന്നതിനിടയിൽ ഞാനത് പറയണമെന്ന് വിചാരിച്ച കാര്യമാണത്. മിഡ്ഫീൽഡർ ഈസ് എ മസ്റ്റ്. ഇഫ് യു വാണ്ട് ടു പ്ലേ വിഡ്സ് 10, മിഡ്ഫീൽഡർ ഈസ് എ മസ്റ്റ്. അത് വീഡ്സ് എന്താ പറയുക, വേർഡ്സ് ഒരു മോശം പ്രഷറായിട്ടോ അല്ലെങ്കിൽ അധികം വർക്ക് ചെയ്യാത്ത ആളായിട്ടോ ഒന്നും അല്ല. പക്ഷെ നമ്മൾ വി ആർ പ്ലേയിങ് ഹിം അറ്റ് 10 ടു ക്രിയേറ്റ്. അല്ലാതെ പുറകോട്ട് ഓടി വന്നിട്ട് എന്താ പറയുക, ലൈക്ക് ഒബ്വിയസ്ലി ഹി വിൽ ഹാവ് ടു വർക്ക് ഹാർഡ്, അതല്ല. പക്ഷെ എന്നാൽ പോലും കണ്ടമാനം ഡിഫെൻസീവ് പണിയെടുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ അയാളെ എത്ര പൈസ കൊടുത്ത് മേടിച്ചിട്ട് നമ്പർ 10 കളിപ്പിക്കാൻ പോകുന്നത്. സോ വി നീഡ് സംവൺ ടു ഡു ദി എന്താ പറയുക ഡിഫെൻസീവ് ജോബ്. അതിൽ ഈ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവൻബർച്ച് ആ പരിപാടിക്ക് പറ്റിയ ആളേ അല്ല. അതൊരു ഈയുടെ ഈ ഡീസന്റ് സീസൺ, നമ്മൾ ലീഗ് അടിച്ച സീസണിൽ ഈയുടെ ഡീസന്റ് സീസൺ, പക്ഷേ അയാളെ പണിക്ക് പറ്റിയ ആളെ അല്ല എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രേം സൂനസ് ഡെക്ലൻ റൈസിനെ കുറിച്ച് പറയുന്ന ഒരു ഇതുണ്ട്, ഒരു അസസ്മെന്റ് ഉണ്ട്. അത് ഭയങ്കര എനിക്കതിനോട് ഭയങ്കരമായിട്ട് യോജിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവര് DM പൊസിഷനിൽ കളിച്ചിട്ട് ഇവർക്ക് വിഷൻ ഇല്ല, ലൈക്ക് ബോൾ പ്രോഗ്രസ് ചെയ്യാനായിട്ടുള്ള വിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ ബോൾ വെച്ച് റൺ ചെയ്യുന്നത്. ഗ്രാവൻബർച്ച് ഒരിക്കലും ഒരു പാസ് പിക്ക് ചെയ്ത് നടന്നിട്ടുണ്ടോ? വളരെ റെയർ ആയിട്ടായിരിക്കും. ബേസിക്കലി ഹീസ് എ ബെറ്റർ ഡ്രിബ്ലർ ദാൻ റൈസ്. പുള്ളിക്ക് ബോൾ വെച്ച് മൂവ് ഫോർവേഡ് ചെയ്യാൻ അറിയാം, പക്ഷെ അന്ന് പുള്ളി ബോക്സിന് അടുത്ത് എത്തിയിട്ട് സൈഡിലേക്ക് അല്ലെങ്കിൽ ബാക്കിലേക്ക് പാസ് ചെയ്യും ബോൾ. അന്നേരം വരുന്ന മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെൻട്രൽ മിഡ്ഫീൽഡിൽ ഒരു ഗ്യാപ്പ് അവിടെ ഓപ്പൺ അപ്പ് ആവും കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഗ്യാപ്പ് കവർ ചെയ്യാനായിട്ട് മെക്കാലിസ്റ്ററിനെ കൊണ്ട് പറ്റില്ല, സൊബോസ്ലൈനെ കൊണ്ട് ചിലപ്പോൾ പറ്റുമായിരിക്കും, എന്നാൽ പോലും ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഈ ഇറയോളയ്ക്ക് ബേൺമത്തിൽ ടൈലർ ആഡംസ് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. അയാള് ഹി വിൻസ് ലോട്ട്സ് ഓഫ് ടാക്കിൾസ്. അയാള് അത്രയും കിട്ടലും ഫുട്ബോളർ ഒന്നും അല്ല, പക്ഷെ ഭയങ്കര കോമ്പറ്റീവ് ആയിട്ടുള്ള ഒരു കളിക്കാരനാണ്. നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള പൊസിഷൻസിലെല്ലാം നല്ല പ്ലേയേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ഒരു പ്യുവർ ഫുട്ബോളർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ലൈക്ക് വി ക്യാൻ സൈൻ എ പ്ലെയർ ഹൂ ഇസ് എന്താ പറയുന്നത്, ഒരു ഡിസ്പ്ലെയർ ആയിട്ടുള്ള ഒരു കളിക്കാരനെ മേടിച്ചാലും മതി. അത് പക്ഷെ മസ്റ്റ് ആണെന്നുള്ളതാണ്
എന്റെ അഭിപ്രായം. അത് പിന്നെ ഈ ഡിയോമണ്ടയുടെ കേസും സംഭവം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ റൈറ്റ് വിങ്ങർ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഫുട്ടർ ആവണം എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഈ 4-3-3 4-3-3 വിചാരിച്ചുകൊണ്ടിരുന്നിട്ടുള്ള പ്രശ്നമാണ്. നമ്മൾ ഈ 4-3-3 ആണ് പ്ലേ ചെയ്യാൻ പോകണമെന്നുള്ളതിന് നമുക്ക് ഒരു പ്രൂഫും ഇല്ല. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ 4-2-3-1 ആയിരിക്കും പ്ലേ ചെയ്യാൻ പോകുന്നത്. 4-2-3-1 ആവുള്ളൂ. 4-2-3-1 ആകുമ്പോഴത്തേക്കും ആ 3-ലെ റൈറ്റ് സൈഡ് പ്ലെയർ ലെഫ്റ്റ് ഫുട്ടർ ആയിക്കോണമെന്ന് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. ഈ ബോൺമത്തില് പലപ്പോഴും ടവേർണിയർ ആ ഒരു പൊസിഷനിലേക്ക് കയറി കളിക്കണ ഒരു ഗ്രേറ്റ് വേർഡ്സ് ഓഫ് സ്ലോട്ട്. അതായത് ഇസാക്കുള്ളപ്പോ ഒരു മർഫിയോടെ കളിക്കുന്നില്ല, ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ 4-3-3 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണതാണ്. ഇപ്പൊ ക്ലോപ്പ് എന്തുകൊണ്ടാണ് 4-3-3 കളിച്ചത്? ക്ലോപ്പ് ഡോർട്ട്മണ്ടിൽ 4-3-3 അല്ല കളിച്ചിരുന്നത്, അവിടെ 4-2-3-1 കളിച്ചോണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോ ഇവിടുത്തെ പ്ലേയേഴ്സ് ബെറ്റർ സ്യൂട്ടഡ് 4-3-3 ആയ കാരണം പുള്ളി സ്വിച്ച് ആയതാണ്. ലെവൻഡോസ്കിനെ വെച്ചിട്ട് 4-3-3 അല്ലല്ലോ കളിച്ചോണ്ടിരുന്നത്. അവിടെ ക്ലോപ്പിന് വേണ്ടി റൈറ്റ് വിംഗിലേക്ക് പലപ്പോഴും കളിച്ചുകൊണ്ടിരുന്നത് മറ്റേ കൂബയും മറ്റേ ഗ്രോസ് ഗ്രൂട്ട്സ് ഒക്കെയാണ് കളിച്ചോണ്ടിരുന്നത് പലപ്പോഴും റൈറ്റ് വിംഗിൽ കളിച്ചോണ്ടിരുന്നത്. ഈവൻ നമ്മൾ സാഡിയോ മാനെ മേടിച്ചപ്പോ സാഡിയോ മാനെ കളിച്ച എവിടെയാ? റൈറ്റ് വിംഗിലല്ലേ. പിന്നെ സലനെ മേടിച്ചപ്പോ നമ്മൾ പുള്ളിനെ ലെഫ്റ്റ് വിംഗിലാക്കി മാറ്റിയതാണ്. ഈവൻ സദാംപ്ടണിൽ പോലും പുള്ളി റൈറ്റ് വിംഗിലാണ് കളിച്ചോണ്ടിരുന്നത്. സോ ലെഫ്റ്റ് ഫുട്ടഡ് തിങ് ഈസ് നോട്ട് എ ഹ്യൂജ് ഇഷ്യൂ. പക്ഷെ നമ്മുടെ ടീമിൽ ഇൻ ജനറൽ ലെഫ്റ്റ് ഫുട്ടേഴ്സ് ഭയങ്കര ലാക്കിംഗ് ആണെന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട്. അതൊരു ബാലൻസ് ടിൽറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. എല്ലാവരും റൈറ്റ് ഫുട്ടഡ് ആകുമ്പോഴത്തേക്കുള്ള ആകെ കെർക്കേസ് മാത്രമേ കണ്ടല്ലേ ഉള്ളൂ ലെഫ്റ്റ് ഫുട്ടഡ്. എനിക്ക് തോന്നുന്നത് സ്ക്വാഡിൽ തന്നെ കെർക്കേസ് മാത്രമേ ലെഫ്റ്റ് ഫുട്ടർ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ സിമിക്കാസ് ഉണ്ടാവും. പക്ഷെ വി ഡോണ്ട് ഈവൻ നോ ഹീസ് ഗോണ സ്റ്റേ. അതുപോലും നമുക്ക് യാതൊരു ഉറപ്പില്ലാത്തവളാണ്. ജോൺസൺ ചിലപ്പോൾ സ്റ്റേ ചെയ്യും, പക്ഷെ എലിയറ്റിന്റെ കേസിൽ അത്ര പോലും ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പോ ആൻഡ് ഒരു ജസ്റ്റ് വൺ കാര്യം കൂടി പറഞ്ഞു നിൽക്കാം. ഐ എം ജനറലി നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ജോൺസ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ജോൺസിനെ കീപ്പ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ സീസണിൽ. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പൊ പല മിഡ്ഫീൽഡേഴ്സിനും കോട്ട് ചെയ്യുന്ന എമൗണ്ട് കാണുമ്പോഴത്തേക്കും അതിനേക്കാളും ബെറ്റർ പ്ലെയർ ആണ് ജോൺസ്. അപ്പൊ നമ്മൾ ഇവനെ 30-40 വിറ്റിട്ട് പോയി മേടിക്കാൻ പോകുമ്പോഴത്തേക്കും ആ ക്വാളിറ്റിയുള്ള പ്ലെയറിന് പോലും നമ്മൾ ചിലപ്പോൾ 90 കൊടുക്കേണ്ടി വരും. അതിനേക്കാളും ഭേദം അടുത്തോണ്ട് ഫ്രീ ആയിട്ട് പോയാൽ പോലും നിർത്തുക എന്നുള്ളത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞപ്പോ 4-2-3-1 ആണ് കളിക്കുന്നത് എന്നുള്ള രീതിയിൽ പോകണമെന്നുണ്ടെങ്കിലും വേർഡ്സ് കളിക്കും, ഗ്യാരണ്ടിയാണ്. ഇസാക്കും കളിക്കും, അതും ഗ്യാരണ്ടി. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൊബോസ്ലൈയുടെ ബെസ്റ്റ് പൊസിഷൻ എന്താണ് ഇപ്പൊ ബാക്കിയുള്ളത്? 4-2-3-1 ആണെങ്കിൽ ഐ തിങ്ക് ഹിസ് ബെസ്റ്റ് പൊസിഷൻ ഈസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മിക്കവാറും വൈറ്റ് ക്യാപ്റ്റൻ ആക്കുകയാണ്. ഇൻസൈഡ് ട്രെയിനിങ്ങിന്റെ വീഡിയോ കാണുമ്പോ തന്നെ ഫുൾ സൊബോസ്ലൈ ആണ്. സൊബോസ്ലൈ പാസ് കൊടുക്കുന്നു, സൊബോസ്ലൈ ചിരിക്കുന്നു. I don't think Szoboszlai will be happy in the midfield pivot. I don't think പുള്ളിനെ ബംഗാളിപ്പണി എടുപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പുള്ളിയുടെ ടാലന്റ് യൂസ് ചെയ്യണമെങ്കിൽ you have to use him in right wing. എന്റെ അഭിപ്രായം അത് തന്നെയാണ്. കാരണം it can work as a എന്താ പറയാ 2 number 10 പോലെ വേർഡ്സ് ആൻഡ് Szoboszlai can switch. നമുക്ക് ഓബിനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് സുദീപ് കുറെ നേരമായി കേട്ടിരിക്കുന്ന സുദീപിന്റെ FSGയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് അറിയണം. അതെ, നിങ്ങള് ആരും മിഡ്ഫീൽഡില് പറയാത്തൊരു പേരുണ്ട്, മെക്കലിസ്റ്റർ ഒന്നല്ല. ഇത്തവണ ഈ സീസണിൽ ബ്രേക്ക് ഔട്ട് ആയിട്ട് ന്യോനി ആയിരിക്കും. 19 വയസ്സായി. അത് കറക്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ പാസുകൾ ഇപ്പൊ ഹരി നേരത്തെ പറഞ്ഞല്ലോ, പ്രോഗ്രഷന്റെ കാര്യം, പന്ത് കൊണ്ട് ഓടലല്ല. കഴിഞ്ഞ സീസണിലൊക്കെ ന്യോനി കളിച്ച സമയത്തൊക്കെ നമ്മൾ കാണാറുണ്ട് ആ ഒരു ബോക്സിലേക്ക് പാസ് കൊടുക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ. ആള് പന്ത് പെട്ടെന്ന് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കില്ല, പെട്ടെന്നുള്ള പാസുകളൊക്കെ. എനിക്ക് തോന്നുന്നത് ഇറയോളൊക്കെ ന്യോനിയെ കണ്ടു കഴിഞ്ഞാൽ മിഡ്ഫീൽഡിലേക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള പ്ലെയർ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ മിഡ്ഫീൽഡില് നമുക്ക് അങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ ടാക്കിൾ ചെയ്ത് നിൽക്കാൻ ഇങ്ങനെ ഒരു പ്ലെയർ വേണമെന്ന് പറഞ്ഞാൽ എൻഡോ ചിലപ്പോ വർക്കൗട്ട് ആവും. അങ്ങനെ ഒരു പ്ലെയർ മതിയെങ്കിൽ. പ്രായവും ഏജൊക്കെ ആയിരിക്കും പ്രശ്നം, പക്ഷെ വേറെ ആരുമില്ല. ഗ്രാവൻബർച്ചിനെ ഈ പറഞ്ഞ പോലെ പന്തും കൊണ്ട് ഓടി അവിടെ എത്തുമ്പോ തിരിച്ചു വരുന്ന പരിപാടി ഉണ്ട്. സൊബോസ്ലൈക്കും ഈ പറഞ്ഞൊരു ചെറിയ പ്രശ്നമുണ്ട്. ഞാനത് കഴിഞ്ഞതിൽ പറഞ്ഞത്, അതായത് കഴിഞ്ഞ സീസണിൽ സേഫ് പാസർ പോലെയായിരുന്നു. അത് പന്ത് ഫ്രണ്ടിലേക്ക് നോക്കും, ബാക്കിലേക്ക് തിരിച്ച് പാസ് ചെയ്യും, അല്ലെങ്കിൽ ഈ മറ്റേ റിസ്കി പാസുകൾ എടുക്കില്ല. അതിന് സ്ലോട്ട് പഠിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞ കാരണം ചെയ്യാനാണോന്ന് അറിയില്ല. ഇനിയിപ്പോ റയോള അങ്ങനെ റിസ്കി പാസുകൾ ഇടാൻ പറഞ്ഞാൽ ചിലപ്പോ ചെയ്യായിരിക്കും, അതറിയില്ല. പക്ഷെ ന്യോനി എനിക്ക് ഈ സീസണിൽ റിയോനേക്കാളും കൂടുതൽ ഒരു ഫസ്റ്റ് ടീമിൽ ഇംപ്രസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മിഡ്ഫീൽഡിൽ. മെക്കലിസ്റ്ററിന് വേണമെങ്കിൽ ഈ പറഞ്ഞ
ഹരി പറഞ്ഞ രീതിയിൽ കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. ഈ ടാക്കിൾസും ഒക്കെ വിൻ ചെയ്യാനും ഒക്കെ ഉള്ള ആ ഒരു സൈഡ് ഉണ്ട് ആൾക്ക് മെക്കലിസ്റ്ററിന്. നമ്മൾ അർജന്റീനയുടെ കളികളിലൊക്കെ കാണാറുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ലിവർപൂളിന്റെ കളിയിൽ അവിടെ കാണില്ല, വേൾഡ് കപ്പിലെ അതേ പറഞ്ഞു, വേൾഡ് കപ്പിലെ പോലെ അവിടെ എന്ത് ചെയ്താലും കാർഡ് കൊടുക്കാത്ത പരിപാടി ഇല്ലല്ലോ, അതാ പ്രശ്നം. അല്ല സ്റ്റിൽ ഗണേശൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പ്രതീക്ഷയിൽ ചെറുകിപ്പോയത്. നേരത്തെ പറഞ്ഞ റോബർട്സിനെ പോലെ ഒന്നും കൊടുക്കാനൊക്കെ പറ്റിയ പ്ലെയർ മെക്കാലിസ്റ്റർ മാത്രമേ ഉള്ളൂ കേട്ടാ. ഇതിനൊരു ഇൻട്രസ്റ്റിംഗ് അല്ല, മെക്കലിസ്റ്റർ ഒരു സാധ്യതയാണ് മിഡ്ഫീൽഡിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അറിയില്ല എറയോളെ എങ്ങനെയാ യൂസ് ചെയ്യാന്നുള്ളത് ഈ മിഡ്ഫീൽഡിൽ. എനിക്ക് പക്ഷെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇവരാരെങ്കിലും പോകാതെ മിഡ്ഫീൽഡിലേക്ക് ഒരു പുതിയ സൈനിങ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം എനിക്ക് ഏകദേശം തീരുമാനം. കാരണം അത്രയധികം പ്ലേയേഴ്സ് മിഡ്ഫീൽഡിലുള്ളപ്പോ ഈ പറഞ്ഞ പോലെ ഇവരൊന്നും ബെഞ്ചിൽ ഫുൾ ടൈം അങ്ങനെ ഇരുത്താനൊന്നും പറ്റില്ല. കാരണം ഈ പറഞ്ഞ മെക്കലിസ്റ്റർ, ഗ്രാവൻബർച്ച് ഉണ്ട്, സൊബോസ്ലൈ ഉണ്ട്, പിന്നെ എൻഡോ ഉണ്ട്, കേർട്ടിസ് നിൽക്കുകയാണ്, ന്യോനി ഉണ്ട്. ഇത്രയധികം പ്ലേയേഴ്സ് ആകുമ്പോ 6 പ്ലേയേഴ്സ് ആയി മിഡ്ഫീൽഡില്. 2 പൊസിഷനിലേക്ക് 6 പേരായി. അപ്പോ അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഒരാള് പോവാതെ അവിടെ ഒരാൾ വരാൻ ചാൻസ് ഇല്ല. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് പിന്നെ 2 പൊസിഷനിലേക്ക് 6 പേരെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് വേർഡ്സിന് ബാക്കപ്പ് ആയിട്ട് ഇതിനുള്ള ആൾക്കാരെ തന്നെ ആയിരിക്കും കാണുന്നത്. അപ്പൊ പിന്നെ 2 പൊസിഷനിലേക്ക് 6 പേരെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ വേർഡ്സ് ഇന്ത്യയുടെ ആയി കഴിഞ്ഞാല് നമ്പർ 10ലേക്ക് പോകുന്നത് ഈ മിഡ്ഫീൽഡിൽ അറിയുന്ന ഒരാളായിരിക്കുമല്ലോ, അപ്പൊ അത് 2 പൊസിഷൻ പറയാൻ പറ്റില്ല. അല്ലല്ല, എലിയറ്റിനെയാണ് അവിടെ ബാക്കപ്പ് കണ്ടത് ആ സൈഡില്. ഫ്രണ്ട് പൊസിഷനിൽ, ഫോർവേഡ് വേർഡ്സിന്റെ പൊസിഷനിൽ ബാക്കപ്പ് ആയിട്ട് നമ്പർ 10 എന്നുള്ള രീതിയിൽ. മറ്റേ സൊബോസ്ലൈ ഇപ്പോഴും താഴെ വെച്ചത്, അതായത് കാരണം നമ്മൾ കുറെ മുകളിലെ കളിക്കുക, കാരണം പന്ത് ഡോമിനേറ്റ് ചെയ്ത. അപ്പൊ ഈ പറഞ്ഞ പോലെ സൊബോസ്ലൈ ഒരുപാട് താഴെ ഹാഫ് ലൈനിന്റെ അപ്പുറത്തൊന്നും ആയിരിക്കില്ല. കാരണം നമ്മള് ഈ ഹൈ ലൈൻ കളിക്കുമ്പോൾ ഇവരൊക്കെ നല്ല സ്ട്രോങ് ഫോർവേഡ് പൊസിഷനിലേക്ക് തന്നെ എത്തും, 2 പിവറ്റ് ആയി കഴിഞ്ഞാലും. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യണം. മാത്രമല്ല പിന്നെ എനിക്ക് തോന്നുന്ന സൈനിങ് വരാൻ ചാൻസ് ഉള്ള റൈറ്റ് ബാക്ക് പൊസിഷൻ. അത് ഇറയോള ആദ്യത്തെ ഇതിൽ എടുത്തു പറഞ്ഞു. ഇഞ്ചുറി ഉള്ള പ്ലേയേഴ്സ് റൈറ്റ് ബാക്കില് നമ്മുടെ ലോങ് ടേം ഇഞ്ചുറി ഉണ്ട്, സെന്റർ ബാക്കില് ഇഞ്ചുറി പ്രശ്നമുണ്ട്, ഫോർവേഡില് ഇഞ്ചുറി പ്രശ്നം ഉണ്ടെന്ന് 3 പേരിൽ പറഞ്ഞതിൽ റൈറ്റ് ബാക്ക് ആണ് ഇപ്പോഴും ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അവിടെ ബ്രാഡ്ലി എപ്പോഴും തിരിച്ചു വരാതെ ഒരു ഐഡിയ ഇല്ല. ഫ്രിംഗ്പോങ് അവിടെ സ്യൂട്ടബിൾ അല്ല എന്നുള്ളത്. റൈറ്റ് വിങ് ആണോ, റൈറ്റ് വിങ് ബാക്ക് ആണോ, റൈറ്റ് ബാക്ക് ആണോ, ഇതൊന്നും അറിയാം. അവിടെയാണ് ഒരു ചാൻസ് എനിക്ക് തോന്നുന്നത് സൈനിങ്. അതായത് സൊബോസ്ലൈ ആണ് റൈറ്റ് വിങ് കളിക്കുന്നതെങ്കിൽ ഫ്രിംപോങ് റൈറ്റ് ബാക്ക് ആക്കുന്നതിൽ തെറ്റുണ്ടോ? കാരണം സൊബോസ്ലൈ മറ്റേ വിങ്ങിലൂടെ അങ്ങോട്ട് ഓടി പോകാനൊന്നും പോകുന്നില്ല. അതിനുള്ള പേസ് ഉള്ള മനുഷ്യനുമല്ല, അതിനുള്ള സ്കിൽ സെറ്റ് ഉള്ള മനുഷ്യനുമല്ല. കാരണം ഈ വൺസ് ആ ഒരു ലോങ് റേഞ്ച് അടിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ടൈപ്പ് ഓഫ് ഇൻവേർട്ട് മൂവ്മെന്റ് വേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വിങ്ങിലൂടെ എന്താ പറയാ ജെറ്റ് ഇട്ട പോലെ പോകുന്ന ഒരു മനുഷ്യന് ഫ്രിംപോങ് ആണ്. അവിടെ പറയാൻ ഹരി നേരത്തെ പറഞ്ഞ പോയിന്റ് ഉണ്ട്. നമ്മള് സൈൻ ചെയ്ത പ്രൊഫൈലുകൾ എന്തിനാണ് മേടിച്ചത് നമുക്ക് അറിയില്ല എന്ന്. ശരിക്കും അത് സ്ലോട്ടിനെ വെച്ച് നോക്കുമ്പോൾ ശരിയാണ്, പക്ഷെ ഇറയോളെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് കൈൻഡ് ഓഫ് വർക്ക്സ്. കെർക്കേസ് കളിച്ച പൊസിഷൻ ബോൺമൗത്തിലും, അതായത് 2 ഫുൾ ബാക്സ് അറ്റാക്ക് ചെയ്തിട്ട് ഇഫ് യു ആർ പ്ലേയിങ് വിത്ത് എന്താ പറയാ സൊബോസ്ലൈ ഇൻ ദി റൈറ്റ് വിങ്, ഒരു നമ്മുടെ വേർഡ്സ് ആസ് 10, ഇറ്റ് കുഡ് വർക്ക്. ഓവർലാപ്പ് ചെയ്യുന്നത് ഫുൾ ബാക്സ് എന്ന രീതിയിൽ. കാരണം ഇവരൊക്കെ ഉപയോഗിക്കണ്ടേ ഈ കർക്കേസിനെ വീണ്ടും ലൈനിൽ കൊണ്ടിരുത്തിട്ട് കാര്യമില്ലല്ലോ. അല്ല, അതിനകത്തുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ദ ഗുഡ് തിങ് ഈസ് ദാറ്റ് ഇത്ര സോഫ ഞാൻ ഇതുവരെ ഇറയോളനെ ഒബ്സർവ് ചെയ്തതിൽ അയാൾ അത്യാവശ്യം അഡാപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു മാനേജറാണ്. അല്ലാണ്ട് 125 മില്യൺ കൊടുത്ത് ഇസാക്കിനെയും 115 മില്യൺ കൊടുത്ത് വേർഡ്സിനെ മേടിച്ച് കഴിഞ്ഞിട്ട് മറ്റേ ന്യൂകാസിൽ മർഫിന്റെ കൂടെ മർഫിയില്ല എന്ന് പറഞ്ഞ പോലെ തുറത്താനും ഇറയോളെ പറയാൻ പോകുന്നില്ല. കാരണം അതിന് പ്രൂഫാണ് കഴിഞ്ഞ അവരുടെ എത്ര ഹോൾസെയിൽ ചേഞ്ചസ് ആയിരുന്നു. അവരുടെ എൻ്റെ ഡിഫൻസ് പോയില്ലേ, ഹോൾ ബാക്ക് ലൈൻ പോയി, എന്നിട്ടും അവർക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. അതെന്തുകൊണ്ടാണ്? ആ സിസ്റ്റം ഈസ് ദി കിങ് ഡെയർ. അതുകൊണ്ടാണ് സിസ്റ്റം ആൻഡ് കോച്ച്, അവര് 2 പേരാണ് അവിടുത്തെ മെയിൻ ആൾക്കാരെന്നുള്ളത് കൊണ്ടാണ് അത് അവരെ ബാധിക്കാണ്ടിരുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ആ ഒരു പ്രശ്നം ഇവിടെ കാര്യമായിട്ട് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഇഫ് ഇറയോള ഈസ് ആസ് ഗുഡ് ആസ് ഹി ഹാസ് ഷോൺ സോ ഫാർ, പറയാൻ പറ്റില്ല. ചിലപ്പോൾ സ്റ്റെപ്പ് അപ്പ് നടത്തുമ്പോഴത്തേക്കും ചിലർക്ക് അത് ഒക്കാണ്ട് വരും. യെസ്, അനദർ പൊസിഷൻ നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത് റൈറ്റ് ബാക്ക്. ഡെഫിനറ്റ്ലി വി നീഡ് എ
ഫ്രിംപോങ് ഇപ്പം റൈറ്റ് ബാക്ക് കളിച്ചാലും ഒരു ബാക്കപ്പ് വേണം, അല്ലെങ്കിൽ വീണ്ടും ഗോമേസിനെ അവിടെ ഓടിച്ച് ഇഞ്ചുറി ആക്കും നമ്മൾ. ഈ ഗോമേസിന്റെ കാര്യം പറഞ്ഞ പോലെയാണ് പണ്ട് ഇയാളുണ്ടായിരുന്നത് മിക്കേൽ അല്ലെ, ചെൽസിയിൽ 8-9 മാനേജേഴ്സ് കഴിഞ്ഞ് മിക്കേൽ നടത്തിയിട്ടുണ്ട്. ഗോമേസ് ഏകദേശം അതിലേക്ക് ഇപ്പൊ എത്തുന്നുണ്ട്. ഐ തിങ്ക് ഹി വാസ് ദേർ ഡ്യൂറിംഗ് ബ്രെൻഡൻ റോഡ്ജേഴ്സ്, നോ? അപ്പോ ഈ ഒരു ചരിത്രം എന്നിലൂടെ എപ്പിസോഡ് സഫാരിയിൽ നമുക്ക് ഗോമേസിനെ കൊണ്ടിരുത്താം. സെന്റർ ബാക്ക് വേണ്ടേ? there's a rumor Lacroix we linked to him ഇന്ന് ചെൽസി ആയിട്ട് ക്ലോസ് എന്ന് ഉണ്ടായിരുന്നു, പക്ഷെ there is a lot of rumors about Lacroix now. വാൻ ഡൈക്കിന്റെ ഏജ്, ലിയോണീസ് ഇഞ്ചുറി, യാക്കെ ഫസ്റ്റ് സീസൺ, ഗോമേസ്. Ideally we should sign a player who is a right back and can play center back if needed. ഒരു ഗോമേസ് മോൾഡ്. ലെക്രോ ആക്ച്വലി ലെഫ്റ്റ് സൈഡ് അല്ലേ? അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ലെഫ്റ്റ് സൈഡ് വാൻഡേക്ക് ഓൾറെഡി അവിടെ കളിക്കുന്നുണ്ട്. അല്ല, വാൻ റീപ്ലേസ്മെന്റ് ആയിട്ടായിരിക്കും. വാൻഡേക്ക് ഇപ്പൊ പോകുന്നുള്ളതല്ല, but we'll probably signing a Van Dijk replacement who is at the peak. ലെക്രോ അല്ല, സബ് ഇരിക്കണമല്ലോ. Van Dijk and Lacroix can play next year. Lacroix can get the LCB. അപ്പോഴേക്ക് ഈ ജാക്വേ മിക്കവാറും RCB ആവും. അല്ല, ഇത് കൺഫേം റൂമർ അല്ല. ഐ എം ജസ്റ്റ് തിങ്കിങ്, ആർ വി ലുക്കിംഗ് അറ്റ് എ സെന്റർ ബാക്ക്? കാരണം ഈ രണ്ട് ചെറിയ പിള്ളേരും വാൻ ഡൈക്കിനും വെച്ചിട്ട് ഗോമേസിന്റെ കാര്യം അല്ല, അതില് ലയോണി ഇനിയും മന്ത്സ് ഔട്ട് ആണെന്നുള്ളതാണ് രീതിയിലാണ് ഇയാള് പറഞ്ഞത്, പറഞ്ഞത്. അപ്പൊ ബേസിക്കലി വി ഓൺലി ഹാവ് 2 സെന്റർ ബാക്സ്. ഗോമസിനെ കണക്കിൽ കൂട്ടാൻ പറ്റില്ല ഇത് നമ്മൾ. പക്ഷെ എനിക്കറിയില്ല, നമ്മുടെ ഒരു കാര്യമായിരുന്നു നമ്മൾ എന്താ ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല. ആ ലോവറിനെ സെയിൽ ചെയ്ത സീസണിൽ കാണിച്ചു തുറക്കുന്നുണ്ടോ? ലോവറിനെ സെയിൽ ചെയ്തിട്ട് പകരം ആരും മേടിച്ചില്ല. കഴിഞ്ഞ സീസണിൽ അത്രയും മിനിറ്റ്സ് പ്ലേ ചെയ്ത ഒരു സെന്റർ ബാക്കിനെ സെയിൽ ചെയ്തിട്ട് ആരും മേടിച്ചില്ല. നമ്മളൊരു സീസണിലേക്ക് പോയത് എങ്ങനെയാണ്? വാൻ ഡൈക്ക്, മാറ്റിപ്പ് ആൻഡ് ഗോമസ്. അതിൽ ഗോമസ് ഓൾറെഡി അറിയാം, ഗോമസ് എപ്പോൾ ഇഞ്ചുറി വരും എന്നുള്ള ഒരു ഐഡിയ ഇല്ല. മാറ്റിപ്പ് അതുപോലെ തന്നെ. ആകെ അതിനകത്ത് ഒരു ഇഞ്ചുറി വരാത്ത ഒരാൾ വാൻ ഡൈക്ക് ആയിരുന്നു. നമ്മുടെ നല്ല നേരം കൊണ്ട് ആ സീസണിൽ വാൻ ഡൈക്ക് വേസ്റ്റ് അടിച്ചു. എന്നിട്ടാണ് ആ സീസണിൽ എൻഡേഴ്സൺ, ഫബീനോ ഒക്കെ പോയി സെന്റർ ബാക്ക് കളിച്ച സീസൺ ആയത്. അത് എന്താ ഒരു ക്രിമിനൽ നെഗ്ലിജൻസ് എന്നൊക്കെയാണ് പറയേണ്ടത്. അത് ആ പോണതിന് മുമ്പ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാണ് ഇത് പ്രശ്നമാവും എന്നുള്ളത്. ഒബ്വിയസ്ലി വാൻ ഡൈക്ക് ഇഞ്ചുർഡ് ആവുന്ന ആരും വിചാരിച്ചില്ല. എങ്കിൽ പോലും നമ്മളെല്ലാ സീസണിലും അങ്ങനെയാണ്. നമ്മൾ ഒരു പൊസിഷനിൽ 2 പൊസിഷൻ എപ്പോഴും ഷോട്ട് ഇടും, എപ്പോഴും മേടിക്കേണ്ട ഒരാളെ മേടിക്കില്ല. ഇപ്പൊ കഴിഞ്ഞ സീസൺ നമുക്ക് വാൻ ഡൈക്കിന് 38 കളിയും പ്ലസ് ചാമ്പ്യൻസ് ലീഗിലെ ഒരു 15 കളിയും കളിപ്പിക്കാനുള്ള ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. സെൻട്രൽ ബാക്ക് സൈനിങ് എന്തായാലും ഉണ്ടാവും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റൂമേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ റൂമേഴ്സിൽ കേൾക്കുന്ന പ്ലേയേഴ്സിനെ ഒന്നും ആവില്ല സൈൻ ചെയ്യാം, ബട്ട് ദേ ആർ ഇൻ. ലിവർപൂൾ ആർ ഇൻ ദ മാർക്കറ്റ്. സെൻട്രൽ ബാക്കിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ നമ്മൾ ഉണ്ട്. അതിപ്പോ ഈ പറയുന്ന ആൾക്കാരെയൊക്കെ നമ്മള് എന്താ അസസ് ചെയ്ത് ഈ സ്റ്റാറ്റ്സ് ഒക്കെ നോക്കി അസസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ബട്ട് ആരെ വേണം എന്നുള്ളത് ഇപ്പോഴും ഫൈനൽ ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നെഗോസിയേഷൻസ് നടക്കുന്നുണ്ടാവും ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഏജന്റ് ആയിട്ട് ടോക്ക് നടക്കുന്നുണ്ടാവും, ഇതൊക്കെ നടക്കുന്നുണ്ടാവും. ബട്ട് ഫൈനലി ആരെയാണ് കൊണ്ടുവരിക എന്നുള്ളതിൽ മാത്രം ഒരു തീരുമാനം ആയിട്ടുണ്ടാവില്ല. ബട്ട് എനിക്ക് സെൻട്രൽ ബാക്ക് എന്തായാലും വരുന്നുണ്ടാവും. I'll just throw some names just to wrap it up. പോർച്ചുഗലിൽ സ്റ്റാർട്ട് ചെയ്യും എന്ന് നമ്മൾ വാദിച്ചിരുന്ന ഇനാച്ചിയോ. അതെ, സുദീപാണ് ചോദ്യം. ശരിക്കും ജെന്യുവിൻലി സുദീപിന്റെ ഒരു കൺസർവേറ്റീവ് അസസ്മെന്റ് ആണ് എപ്പോഴും. ജെന്യുവിൻലി എത്ര പ്ലേയേഴ്സ് അടുത്ത 6 വീക്സിൽ വരാൻ ചാൻസ് ഉണ്ട് പൊസിഷൻ വൈസ്? 3 പേര്. റൈറ്റ് ബാക്ക്, സെന്റർ ബാക്ക്, പിന്നെ ഒരു വിങ്ങർ. 3 പ്ലേയേഴ്സ് വരും ടോട്ടൽ. മിഡ്ഫീൽഡിൽ ആരും ഉണ്ടാവില്ല. സോ കുറച്ച് നെയിംസ് പറയാം. നിങ്ങൾ ഫസ്റ്റ് നമ്മുടെ ഇപ്പൊ ലിങ്ക് ആയ പ്ലേയേഴ്സിന്റെ വെദർ യു ലൈക്ക് ഹിം ഓർ നോട്ട്, ഓൾ ഓഫ് യു ക്യാൻ ടെൽ മീ. ഹരി, ബാർക്കോള ഐ ലൈക്ക് ഹിം ആസ് എ പ്ലെയർ. ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിലും പറഞ്ഞിരുന്നു, എനിക്ക് ബാർക്കോളയുടെ ഉള്ളൊരു പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ആ ഒരു ഫ്രഞ്ച് ഗ്യാങ്ങിന് മൊത്തത്തിലുള്ള ഒരു ചെറിയ ക്യാരക്ടർ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്. അത് ബാർക്കോളയുടെ പേരിലും 1-2 ഇതൊക്കെ കേട്ടിരുന്നു. എനിക്ക് എത്രത്തോളം കറക്റ്റ് ഒന്നും അറിയാൻ മേല. ആസ് എ പ്ലെയർ അലേക്ക് എനിക്ക് തോന്നുന്നത് ഒരു വേൾഡ് ക്ലാസ് ആവാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കളിക്കാരൻ തന്നെയാണ് ബാർക്കോള. അതിനകത്തൊരു സംശയമില്ല. Anybody else who doesn't want Barcola? Like
എന്തൊട്ടി പറ. ആ ഒരു എമൗണ്ട് അഗൈൻ മാർക്കറ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയാം. കണ്ണുമുട്ടി 100+5-6 ഒരു എന്തായാലും കണ്ണുമുട്ടി കൊടുക്കാം. വേജ് കൊടുക്കേണ്ടി വരും. BHE വരുന്നതാണ് വേജും അതിനനുസരിച്ച് കൊടുക്കേണ്ടി വരും. സോ ആ ഒരു എമൗണ്ടിനുള്ള ഔട്ട്പുട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബാർക്കോള ഈസ് എൻ എക്സൈറ്റിംഗ് പ്ലെയർ ടു വാച്ച്, നോട്ട് ടു ഫിനിഷ്. ഇതിനകത്തൊരു പേടിപ്പെടുത്തുന്ന ഒരു ഇഷ്യൂ എന്താന്ന് വെച്ചാൽ വി ആർ ടോക്കിംഗ് അബൌട്ട് സലാ റിപ്ലേസ്മെന്റ്. നമ്മൾ ശരിക്കും ഇപ്പൊ സംസാരിക്കുന്ന ഡിയാസ് പോയ ശേഷം ഒരു ലെഫ്റ്റ് ഫിംഗർ നമ്മൾ മേടിച്ചിട്ടില്ല. നമുക്ക് 1.5 കൊല്ലം ഒരു കൊല്ലം അല്ല. അതിനകത്തൊരു കോമഡി നമ്പർ ഇത് എപ്പോഴും നമ്മുടെ പ്രശ്നമാണ്. ഫബീനെ പോയതിനു ശേഷം ഇപ്പോഴും ഒരു പ്രോപ്പർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ മേടിച്ചിട്ടുണ്ടോ? ആകെ ഒരു എൻഡോരാ മേടിച്ചേക്കണത്. അതാണ് പകുതി സമയം ഇഞ്ചുറിയാണ്. ഒന്നാമത് പ്രായമായി. അത് എല്ലാ പൊസിഷനും അങ്ങനെ തന്നെയല്ലേ. ഈ ഫബീനെ മേടിച്ചപ്പോഴാണ് നമ്മൾ മഷറാനെ സെല് ചെയ്തിട്ട് 2010 സെല് ചെയ്തിട്ട് 8 വർഷത്തിന് ശേഷം കണ്ടാണ് നമ്മൾ ഡിഫൻസീവ് മിഡ്ഫീൽഡ് പ്രോപ്പർ ആയിട്ടുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡാണ്. ക്രിസ്ത്യൻ ബോൾസൺ പോലത്തെ ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മേടിക്കുന്നത് അന്നേരമാണ്. അത് നമ്മൾ ഇത് ദിസ് ഈസ് വാട്ട് വി ആർ. കാരണം ഇതിന്റെ ഇടയ്ക്ക് ഇത്രയും കപ്പൊക്കെ അടിച്ചത് ഒരു മിറാക്കിൾ എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. അത്രേ ഉള്ളൂ. റയൻ ഓബിൻ പറഞ്ഞൊരു ഓപ്പോസിറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണത്. കുറച്ച് ലൈക്ക് ഔട്ട്പുട്ട് വൈസ് ഈസ് ഗുഡ്. പക്ഷെ എനിക്കറിയില്ല ഡ്രിബ്ലിംഗ് ഒക്കെ ഒരു റൈറ്റ് വിംഗറിനെ വേണ്ട രീതിയിലുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുള്ള ഒരു കളിക്കാരനാണ് റയൻ. പക്ഷെ ഈസ് നോട്ട് എ ബാഡ് ഓപ്ഷൻ അഗെയിൻ. പക്ഷെ ഈ ബാർക്കോളയ്ക്ക് 100 മില്യൺ കൊടുക്കാൻ പറ്റുമെന്ന് പറയാം. പിന്നെ റയൻ പിന്നെ ഇപ്പൊ എത്രയാണ് വരാൻ പോണത്? കഴിഞ്ഞ സീസണിൽ അവർ ഷൈൻ ചെയ്തിട്ടേ ഉള്ളൂ. മിനിമം 110 രൂപയ്ക്ക്. 100 താഴെയുള്ള ഒരു പരിപാടി ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവണം? മാഞ്ചസ്റ്റർ സിറ്റി പോയിട്ട് മറ്റേ ചെക്കാന്താ ബൗവാഡിയോ അവന് 100 മില്യൺ ബിഡ് ചെയ്തേക്കണം. പിന്നെ സിമ്പിൾ ആണ്. ഒരു പേര് അങ്ങോട്ട് പറയും, 4 ആൾക്ക് കേട്ടിട്ടുണ്ടോ 100 മില്യൺ? കേൾക്കാത്ത പേരാണോ വന്ന താഴേക്ക്. അതെ, ഇന്നിപ്പോ ഞാനൊരു ട്വീറ്റ് കണ്ടതാണ്. മറ്റേ ഏതൊരു ഇറാഖി ഒരു മറ്റേ കൺസർവേറ്റീവ് മൂവ്മെന്റ് US പ്രസിഡന്റിനെ കൊല്ലുന്നവർക്ക് $10 ബില്യൺ ഇനാം പ്രഖ്യാപിച്ചു. അപ്പോ അതിന്റെ ഒരു കോട്ട് ട്വീറ്റ് ആണ്. ഈ ഫുട്ബോൾ എത്രത്തോളം നശിച്ചു എന്നുള്ളതിന്റെ തെളിവാണിത്. ഈ US പ്രസിഡന്റിനെ കൊല്ലാനുള്ള പൈസ കൊടുത്താൽ ഒരു കൊള്ളാവുന്ന സെൻട്രൽ ബാങ്കിനെ പോലും കിട്ടൂല. അതാണ് അവസ്ഥ. 10 മില്യണില് അത് അല്ല, ഈ ബൗവാഡിക്കൊക്കെ 100 മില്യൺ പോയിട്ട് ബിഡ് ചെയ്തിട്ട് പിന്നെ മാർക്കറ്റ് കൊള്ളാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതായത് 40 ലീഗ് ഗെയിം കളിച്ച ഡിയോമന്റെ തന്നെ ലിവർപൂൾ പോലത്തെ ഒരു ക്ലബ്ബ് 86 മില്യൺ ബിഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബുവാദി അറ്റ്ലീസ്റ്റ് മറ്റേ ഫ്രഞ്ച് അക്കാഡമിയിൽ നിന്ന് വന്ന് മൊറോക്കോ നാഷണൽ ടീമിൽ കളിച്ചു, under-21 ക്യാപ്റ്റൻ ഫ്രഞ്ച് എന്നൊക്കെ പറയാം. ഇവൻ റോ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു. ഇവൻ അതിലും 86 മില്യൺ ബിഡ് ചെയ്ത് മാത്രല്ല, ആ ചെറുക്കൻ റിജക്ട് ചെയ്താറ് നമ്മൾ കഴിച്ചില്ലാതാണ്. ഇപ്പൊ 110 ചെയ്തേനെ. പ്രശ്നം. എനി അതർ വിങ്ങർ നിങ്ങളുടെ ആർക്കെങ്കിലും യു തിങ്ക് എനി അതർ വിങ്ങർ ഡ്രീം? പോലീസെ 50 മില്യൺ റേഞ്ചിലുള്ള ഒരു ലില്ലിയിലുള്ള മാറ്റയസ് ഫ്രാൻസിസ്, എങ്ങനെ പേര് പറഞ്ഞല്ലോ, പാർഡോ ആണ് ബെൽജിയൻ. മറ്റിയാസ് ഫെർണാണ്ടസ് പാർഡോ. അതന്നെ. ഇതില് കേൾക്കാത്ത ഒരു പേര്, യൂഷ്വലി ട്രാൻസ്ഫർ വിൻഡോയിൽ കേൾക്കാത്ത പേര്, ബട്ട് ഐ വുഡ് റിയലി ലൈക്ക് സൈനിങ് കഴിഞ്ഞ വർഷത്തെ under-19 കളിച്ച ഒരു പ്ലെയർ, സയ്യിദ് അൽമാല, ജർമ്മൻ. അത് ലിങ്ക് ആയിരുന്നല്ലോ, ഇടയ്ക്ക് ലിങ്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന്റെ ചേട്ടനെ കൂടി മേടിക്കണമെന്ന്, അതാണ് പ്രശ്നം. എന്നാലേ പോരുള്ളൂ. കുടുംബത്തിനെ ബ്രെൻഫോർഡ് ഫീ അഗ്രി ചെയ്താണ്. ബ്രെൻഫോർഡ് ഫ്രീ അഗ്രി ചെയ്തിട്ട് ഈ പ്രശ്നം നടന്നു. If you look at that way, നമ്മുടെ സുദീപ് പറഞ്ഞോ, ഈജിപ്തിലെ റൈറ്റില് കളിക്കുന്ന പ്ലെയറെ നമുക്ക് ലിങ്ക് ഉണ്ടായിരുന്നു. ഈ അടുത്തൊരു ലിങ്ക് വന്നിരുന്നു. എനിക്ക്
താല്പര്യം ഉണ്ടായിരുന്ന ഒരു പ്ലെയർ അത് പോയി അവിടുന്ന്. PSG ഇതുപോലെ ബെഞ്ചിലിരുന്ന പ്ലെയറാ ലീ കാങ്ങിൻ. എനിക്ക് കിട്ടിയാൽ നല്ലതായിരുന്നു തോന്നിയായിരുന്നു റൈറ്റ് സൈഡിൽ കളിക്കാനായിട്ട്. പക്ഷെ അത്ലറ്റിക് പോയില്ലേ? PSG ഇനിയും ബെഞ്ച് ഉണ്ട് കേട്ടോ. മറ്റേ എംബൈ എന്ന് പറഞ്ഞ ആക്ച്വലി സിറ്റി പോവും. സിറ്റി സിറ്റിയിലേക്ക് പോവാ. പോകുന്ന rumors ഉണ്ട്. 40-45 മില്യൺ 18 വയസ്സ്. എത്ര? That's what I read, if I'm not wrong. നോക്കട്ടെ ഇപ്പൊ പറഞ്ഞത്. ബാക്കിയുള്ള റേറ്റ് വെച്ചുമ്പോൾ അത് ദാറ്റ്സ് ഗുഡ് വാല്യൂ. അല്ല, ബെഞ്ചിലിരുന്നിട്ട് കളിക്കാത്തൊരു മനുഷ്യൻ 40 മില്യനാ? ഇപ്പൊ എന്താണ് ഇപ്പൊ ചെൽസി പോരാട്ടം 50. ഈ മാർക്കറ്റ് ബഹിഷ്കരിച്ചോ? ഞാൻ ശരിക്കും മറ്റേ അൽവറേസിനെ ഈ അത്ലറ്റിക്കോ മാഡ്രിഡ് 200-300 ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ഇവരൊക്കെ 100 ആണെങ്കിൽ അൽവറേസ് എവിടെ കിടക്കുന്നുണ്ട്. ജസ്റ്റ് റാപ്പ് ഒന്നും കൂടെ വിങ്ങർ വേറെ എനിക്ക് ഐ തിങ്ക് വി ഹാവ് ടു ബിഡ് ഫോർ ബാർക്കോള. വേറെ ഓപ്ഷൻ ഇല്ല. ഇഫ് യു ആർ ലുക്കിംഗ് ടു റിപ്ലേസ് ദ ടോപ്പ് ഓർഡർ, അതായത് ക്രീം ചെയ്യണമെങ്കിൽ ബാർക്കോള ഇല്ലാത്ത ഒരു ഓപ്ഷൻ റയൻ പ്രോബബ്ലി. പക്ഷെ റയനെക്കാട്ടും എസ്റ്റാബ്ലിഷ് ആണ് ബാർക്കോള. ഹി സ്റ്റാർട്ട്സ് ഫോർ ഫ്രാൻസ്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അവിടെ കയറുക എന്ന് പറഞ്ഞാൽ റയൻ ഓൾസോ പ്ലേസ് ഫോർ ബ്രസീൽ എന്ന് പറയാം. പക്ഷെ ബ്രസീൽ അറിയാലോ ഇപ്പത്തെ ബ്രസീൽ. മിഡ്ഫീൽഡ് എനി നെയിംസ് ആരുമില്ല ഇതുവരെ നമ്മൾ ലിങ്കായ ഒരു പ്ലെയർ. ഇത് നമ്മുടെ അല്ല സുദീപിന് അറിയായിരിക്കും ഒരു ജാപ്പനീസ് പ്ലെയർ ലിങ്ക് ആയിട്ടുണ്ട്. അല്ല അത് ചാൻസ് നോ ചാൻസ്. നമ്മൾ മേടിക്കാൻ ഒരു ചാൻസും ഇല്ല. ഹിസ്റ്ററി മറ്റേ റേറ്റ് കേസ് കൾപ്രിറ്റൊക്കെയാണോ? യാതൊരു ചാൻസും ഇല്ല. നമ്മൾ അങ്ങനത്തെ ഒരു മിനിമം ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്തായാലും നടത്താതിരിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ഓ മറ്റേ പ്ലീഡഡ് ഗിൽറ്റി ഞാൻ സോറി പറഞ്ഞ ആ ചങ്ങായി ആ ഗോൾ അടിച്ചോ മറ്റേ ബ്രസീലിനെതിരെ ഗോൾ അടിച്ചോ? ഇനി റൈറ്റ് ബാക്ക് ലിങ്ക്സ് ഒന്നുമില്ല അല്ലെ? ഒരു വയസ്സായി എന്നൊന്നും പറയാൻ പറ്റില്ല. ഫുട്ബോളിംഗ് ടേംസിൽ കുറച്ച് എക്സ്പീരിയൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. 28-29 വയസ്സുള്ള ഒരു പ്ലെയർ. ഒറ്റ കാരണം റിപ്പോർട്ട് സ്പാനിഷ് ലീഗിൽ കളിക്കുന്നത് അല്ല ലാ ലീഗിൽ കളിക്കുന്ന ഒരു പ്ലെയർ ഞാനും കണ്ടായിരുന്നത്. ഇറയോള വന്നു സ്പാനിഷ് ലീഗിൽ ലിങ്ക് ഉണ്ടാവും. കൊറേ മുമ്പ് അടുത്തൊരു ലിങ്ക് വല്ല 40-50 കിട്ടിക്കഴിഞ്ഞാൽ നോക്കാം. ഒരിക്കലും നോക്കാം, അത്രേ ഉള്ളൂ. അവൻ വന്ന നീ ഇങ്ങനെ പറയൂലട്ടാ. അച്ചങ്ങായി ഒരു കളി കളിച്ചാ 2 കളി റെഡ് കാർഡ്, പിന്നെ ഒരു കളി കളിച്ചാ പിന്നെ 4 കളി റെഡ് കാർഡ്. അല്ല ഞാനതാ പറഞ്ഞത്, വല്ല 40-45 കൊല്ലം കിട്ടിയാൽ നോക്കാം, അത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ പാഡോ ഇല്ലേ, അത് ആ പ്രൊഫൈല് ഇത്തിരി കൂടി ബെറ്റർ ആവും. കാര്യം അവൻ ബോട്ട് ഫൂട്ടഡ് ആണ്, പിന്നെ അവന് ഫോർവേഡും കളിക്കവൻ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇത്തിരി കൂടി വെർസറ്റൈൽ പ്ലെയർ ആണ്. അത്ര എന്താ എക്സ്പോഷർ വലിയ കാര്യമായിട്ട് ആൾക്കാർ വലിയ കാര്യമായിട്ട് കേട്ടിട്ടുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്ലെയറിന് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വലിയ വാല്യൂ ഉണ്ടാവില്ല. 100 മില്യൺ ഒന്നും എങ്ങനെ ഉണ്ടാവില്ല. 50-60 കിട്ടും. നമ്മൾ ഏകദേശം സംസാരിച്ച് തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. വി ടോക്ക്ഡ് അബൌട്ട് ലോട്ട് ഓഫ് നെയിംസ്, പൊസിഷൻസ്. സുദീപിനോട് ചോദിച്ചു എല്ലാവരും ചോദിക്കുന്നു. ജസ്റ്റ് ടു റാപ്പ് ഇറ്റ് അപ്പ്, പേര് നമുക്ക് അറിയില്ല സത്യം പറഞ്ഞ. 6 ആഴ്ച ബാക്കിയുണ്ട്. വേൾഡ് കപ്പ് എന്നൊരു എക്സ്ക്യൂസ് കഴിഞ്ഞു. ഈ ശനി ഞായറിനോട് വേൾഡ് കപ്പ് കഴിഞ്ഞു. അല്ലെങ്കിലും പകുതി പേരൊക്കെ പോയി. ഇനിയിപ്പം ഫ്രാൻസ് അർജന്റീന നമ്മളിപ്പോ ഇതേവരെ ഡിസ്കസ് ചെയ്യാ, മീൻസ് നമ്മള് ഈ ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങാറായി കഴിഞ്ഞിട്ട് നമ്മള് റൂമേഴ്സ് കേട്ടിരുന്ന പല പ്ലേയേഴ്സിൽ നിന്ന് പലരും പല ക്ലബുകൾക്ക് പോയി. പിന്നെ ഇപ്പൊ ഇനി ബാക്കിയുള്ള ഒരു മിഡ്ഫീൽഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർട്ടൻ ആണ്, ക്രിസ്റ്റൽ പാലസിന്റെ. അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. വാർട്ടൺ ഈ പറഞ്ഞ പോലെ വാർട്ടൺ നടക്കണമെങ്കിൽ വീണ്ടും 120 മില്യൺ ആണ് അവിടെ പ്രൈസ് വരുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് സൊബോസ്ലൈനെ വീണ്ടും റൈറ്റ് വിംഗിൽ കളിപ്പിച്ചിട്ട് വി കാന്റ് അഫോർഡ് 80 മില്യൺ 100 മില്യൺ വിംഗർ ആൻഡ് 100 മില്യൺ മിഡ്ഫീൽഡർ. അത് നടക്കില്ല. ഒറ്റ ഒരാൾ വരുള്ളൂ. 100 പണ്ടേ നടന്നേ വേൾഡ് കപ്പിൽ പോലും പോകാത്ത പ്ലെയറാണ്. അതെ, ഇത് ഞാൻ ടോപ്പിക്ക് എടുത്തിടാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഒരു നമ്മുടെ ഗ്രൂപ്പിലായാലും പലർക്കും ഒരു താല്പര്യമുള്ള ഒരു പ്ലെയർ ആണ്. ഒരു DM ആയിട്ട് ഒരു പ്ലെയർ വേണം, വാർട്ടൺ വേണം, അയാള് മറ്റേ ഹോൾഡ് ചെയ്യും എന്നൊക്കെ. പക്ഷെ പ്രശ്നം ഇറയോളയ്ക്ക് ഇങ്ങനത്തെ ഒരു പ്രൊഫൈലാണോ വേണ്ടേ എന്നുള്ളതാണ്, കൺസിഡറിങ് ദ ആട്രിബ്യൂട്ട്സ്. കാരണം ഇയാൾ അത്ര മൊബൈൽ അല്ല.
പിന്നെ അത് മാത്രല്ല ഇയാളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ചസ് ആണ്, റേഞ്ച് പാസുകളാണ്. അപ്പൊ അത് ഇറയോള ആ രീതിയിൽ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഐ വോണ്ട് ബി സർപ്രൈസ് ഇഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ വാർട്ടൺ. അവര് മറ്റേ മാത്യൂസ് ഫെർണാണ്ടസിനെ ട്രൈ ചെയ്തു. അവര് ഒരുപാട് പ്ലേയേഴ്സ് ഇപ്പൊ അവർ മേടിച്ചിരിക്കുന്ന ചെറിയ ചെറിയ പ്ലേയേഴ്സ് ടീലമിൻസും ഒരു എന്താ പറയാ ഒരു സ്റ്റാർ നെയിം മിഡ്ഫീൽഡർ മേടിച്ചിട്ടില്ല. സോ അവർക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ചെയ്യില്ല. കാരണം വേറെ ഒന്നുമല്ല, നോട്ട് ബിക്കോസ് വാട്ടൺ ഇസ് ബാഡ്. എന്താ പറയാ, അവരിപ്പോ ഓൾറെഡി മേടിച്ചേക്കുന്ന കളിക്കാരെല്ലാവരും തീരെ മൊബൈൽ അല്ലാത്ത ആൾക്കാരാണ്. ടീലമെൻസ് ആയാലും എന്താ പറയാ, മറ്റവന്റെ പേരെന്തായിരുന്നു, മറ്റേ ഇവൻ സാന്റോസ് പിന്നെയും ഭേദമാണ്. പക്ഷെ എന്നാൽ പോലും ഫെർണാണ്ടസ് ഓൾറെഡി ഓഫ് ദ ബോളിൽ അത്ര ഒരു അത്യാവശ്യം ലയബിലിറ്റി ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇനി അതിന്റെ കൂട്ടത്തിൽ വാട്ടിനെ കൂടി മേടിച്ചു കഴിഞ്ഞാല് അതവരുടെ ഇതെല്ലാവരും ഓഫ് ദ ബോൾ ലയബിലിറ്റീസ് ആണ്. അവിടുത്തെ ഉള്ള മിഡ്ഫീൽഡേഴ്സ് ഒരുവിധം എല്ലാവരും ഉള്ള ഇപ്പൊ മേടിച്ച സാന്റോസ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇനി വാട്ടിനെ കൂടി മേടിച്ചു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നില്ല അത് വർക്കാവും എന്നുള്ളത്. എനിക്ക് വാട്ടൺ ഇഷ്ടമാണ്. ഐ ലൈക്ക് വാട്ടൺ. നമുക്കൊരു അടിപൊളി DM ഉണ്ടായിരുന്നു ഉറപ്പായിട്ട് ഞാൻ മേടിക്കാൻ പറയുന്ന കളിക്കാരനായിരുന്നു വാട്ടൺ. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ലൈൻ ബ്രേക്കിംഗ് സ്കിൽസ് ഭയങ്കര അടിപൊളിയാണ്. അത് ഞാൻ അടുത്ത കാലത്ത് ഒന്നും ഒരു ഇംഗ്ലീഷ് പ്ലെയറിന് കാണാത്ത രീതിയിലുള്ള ലൈൻ ബ്രേക്കിംഗ് സ്കിൽസ് ഉള്ള കളിക്കാരനാണ്. പക്ഷെ ഇപ്പൊ നമുക്കത് ഓൾറെഡി ബിറ്റ്സിനെ കൊണ്ട് നമ്പർ 10 കളിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, ഇതിലിപ്പം സീസൺ പോകും തോറും എല്ലാവരും ഇപ്പൊ സൈനിങ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ സിറ്റി ഒരു 100 മില്യൺ കഴിഞ്ഞു, നമ്മൾ ഒരു റൈറ്റ് വിംഗർ വാങ്ങിയെന്ന് വിചാരിക്കുക, 80 മില്യൺ 70 മില്യൺ റേഞ്ചിൽ ഒരു റൈറ്റ് വിംഗർ വാങ്ങി യുണൈറ്റഡും കൂടി വാങ്ങി കഴിഞ്ഞാൽ ക്രിസ്റ്റൽ പാലസ് വിൽ ദേ ബി ഫോഴ്സ് ടു സെൽ. കാരണം പിന്നെ 100 മില്യൺ കൊടുക്കാൻ കൈവരില്ലല്ലോ ആരുടെയും. അത് കഴിഞ്ഞിട്ട് ഇവന് നിർബന്ധം ഉണ്ടാവില്ല. പിന്നെ സൈൻ ചെയ്യും ഫ്രീ ആയിട്ട് പോകും. ഗെയ്ഹിനെ മറ്റേ ഇവൻ പോയി ആത്മഹത്യ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിടിച്ചു നിർത്തിയതല്ലേ. എന്നിട്ട് 10 മില്യണ് 20-25 മില്യൺ കിട്ടുന്നിടത്ത് 10 മില്യണോ 8 മില്യൺ അങ്ങാണ്ട് കൊടുത്തല്ലേ. അങ്ങേര് നേരെ നോട്ടിംഗം ഫോറസ്റ്റിലേക്ക് പോയി. എനിക്ക് പിന്നെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു പ്ലെയർ ഇപ്പോ ഫിയോറന്റീനയായിട്ട് ലിങ്ക്ഡ് ആയി. മറ്റേ ഐവറി കോസ്റ്റിന്റെ വേൾഡ് കപ്പിൽ കളിച്ചിരുന്ന മിഡ്ഫീൽഡർ ഇല്ലേ, ഒരു 20 ഇബ്രാഹിം സങ്കാര അല്ല, ഇബ്രാഹിം സങ്കാര ആണോ? മറ്റേ മുഹമ്മദ് സങ്കാര. ഇബ്രാഹിം സങ്കാര ഓൾറെഡി പ്രീമിയർ ലീഗിൽ ക്ലബിനോട് കളിക്കുന്നുണ്ട്, സൺഡർലാൻഡ്, നോട്ടിംഗം. വേറൊരു പേര് ഐ തിങ്ക് നമ്മുടെ വി ആർ ലുക്കിംഗ് ടു, നമ്മളിത് ടച്ച് ചെയ്ത് പോയിട്ടുള്ളൂ. മെക്കാലിസ്റ്റർ നമ്മൾ വിൽക്കാൻ വെച്ചതാണ്. നല്ല സംശയം ഉണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് എവിടേക്കെങ്കിലും മെക്കാലിസ്റ്റർ ആൻഡ് കാമവിംഗ ഈസ് അവൈലബിൾ. വേണ്ട, അനദർ എന്താ പറയാ, ബോക്സ് ടു ബോക്സ് ഈസ് നോട്ട് ആക്ച്വലി ഒരു എനിക്ക് അത്ര ഈ ഹൈപ്പിനുള്ള ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ടൈമായി പേര് പറയണ്ട. ഇപ്പം സുധി പറഞ്ഞ പോലെ ഒരു റൈറ്റ് ബാക്ക്, ഒരു റൈറ്റ് വിങ്ങർ, ഒരു പിന്നെ സുധി പറഞ്ഞ സെന്റർ ബാക്ക്, ഒരു സെന്റർ ബാക്ക്. ഹരി ആരൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത്? വിഷ് എക്സ്പെക്ടേഷൻ വിഷ് അല്ല, ഞാൻ നീഡ് പറയാം ആൻഡ് വാട്ട് ഐ എക്സ്പെക്ട് രണ്ടും പറയാം. നീഡ്, വി നീഡ് എ സെന്റർ ബാക്ക്, എ റൈറ്റ് ബാക്ക്, എ റൈറ്റ് വിങ്ങർ ആൻഡ് എ ഡിഫൻസീവ് മിഡ്ഫീൽഡർ. bare minimum ആണ് ഞാൻ പറയുന്നത്. വാട്ട് ഐ എക്സ്പെക്ട് ഈസ് എ റൈറ്റ് വിങ്ങർ, എ റൈറ്റ് ബാക്ക് ആൻഡ് എ സെന്റർ ബാക്ക്. ആക്ച്വലി വി നീഡ് 2 വിങ്ങേഴ്സ് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സെന്റർ ബാക്കും ഒരു റൈറ്റ് വിങ്ങറും ഒരു റൈറ്റ് ബാക്കും വരുമെന്ന് ഐ ഹോപ്പ് സോ. ജനറലി നമ്മുടെ രീതി വെച്ചിട്ട് 2 വരാൻ ചാൻസ് ഉള്ളൂ. ഒരു പൊസിഷൻ നമ്മൾ എയറിലിടും. നമ്മൾ അഗ്രി ചെയ്തു. ഒരു വിങ്ങർ വരും. അത് റൈറ്റ് വിങ്ങർ എന്നൊന്നും ഞാൻ അങ്ങനെ ഇത് ഇടുന്നില്ല, റൈറ്റ് ഓർ ലെഫ്റ്റ് വാട്ടർ. ഒരു വിങ്ങർ വരും, പിന്നെ ഒരു സെൻട്രൽ ബാക്ക്, ഒരു റൈറ്റ് ബാക്ക്, പിന്നെ ഇഫ് മെക്കാലിസ്റ്റർ പോവുകയാണെങ്കിൽ റീപ്ലേസ്മെന്റ് ആയിട്ട് ഒരു മിഡ്ഫീൽഡർ. അത്ര ചാൻസ് ഉള്ളൂ. 4 സൈനിങ് ഒന്നും ഞാൻ കാണുന്നില്ല. നമ്മളെ സീസൺ വെച്ചിട്ട് ആരും പോക്കിന് ഞാൻ കാണുന്നില്ല. സോ പ്രോബബ്ലി ഒരു സെന്റർ ബാക്ക് വരും, ഗോമസ് വിൽ ബി ദ റൈറ്റ് ബാക്ക്, മറ്റേ ബാക്കപ്പ്.
അതവിടെ സെറ്റിൽ ചെയ്യും തൽക്കാലത്തേക്ക് റാംസിനെ അവിടെ വെച്ചിട്ട് കളിപ്പിക്കും. നമ്മളെ സ്റ്റൈൽ വെച്ചിട്ട് അതായിരിക്കും നടക്കുക. വിൽ സൈൻ എ വിങ്ങർ ഹു ക്യാൻ പ്ലേ അറ്റ് ബോത്ത് എൻഡ്, ഒരു മിഡ്ഫീൽഡർ ഇഫ് സംബഡി ഗോസ്. അല്ല അവിടെ സംബഡി ഗോസിന്റെ കാര്യമില്ല, ഹു ഓൾ വിൽ ഗോ അക്കോർഡിംഗ് ടു യു ഗൈസ്? എനിക്ക് മെക്കാലിസ്റ്റർ പോവില്ലെന്ന് മാത്രമേ ഉള്ളൂ. എൻഡോ പോവായിരിക്കും. നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തൊരു പേരുണ്ട്, ഫെഡറിക്കോ കിയേസ. എന്താണ് ഇവിടെ കുറെ നേരം എല്ലാരും ഇങ്ങനെ പേരുകൾ ഇങ്ങനെ പറയുന്നു, വരും പോവും. കിയേസ ഇവിടെ ഉണ്ട് ഇപ്പോഴും. ഐ മീൻ ഇന്നലെയും ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഇന്ന് ട്രെയിൻ ചെയ്ത് രാവിലെ. I think one of Chiesa and Gakpo has to go. അല്ലെങ്കിൽ അവർ എവിടെ കളിക്കും? ഗാക്പോ സിംപ്ലി ഹാസ് ടു ഗോ. ഒന്നാമത് വേജ് എമ്മാര് വേജ് ആണ്. അത് എന്ത് തരം കോൺട്രാക്ട് റിന്യൂവൽ ആണെന്നുള്ളത്. അതൊക്കെ ഈ എഡ്വേർഡ്സിനൊക്കെ ഞാൻ പറയണെങ്കിൽ പിടിച്ച് ജയിലിടണം. ഗ്രാം ബെർച്ചിനും ഈ ഗാക്പോക്ക് 270-275 മില്യൺ സോറി പേപ്പർ ലീഗ് കൊടുത്തിട്ട് അല്ല അതെന്ത് ഇനി സോവാസ്ലാക്ക് ഇത് കൊടുക്കട്ടെ. ഒന്നുമില്ലും ലൈക്ക് അത്ര ഒരു വൈറ്റൽ കോഗായിട്ട് മാറിയിരിക്കണ ഒരാളല്ലേ. ഇത് എന്ത് ബേസിസിലാണ് ഗാക്പോക്ക് ഇത് കൊടുത്തത്? എന്നിട്ട് ലൂയിസ് ഡിയാസിന് 75 കിട്ടിക്കൊണ്ടിരുന്നവന് 100 വെച്ചിട്ട് കൊടുക്കാണ്ട് അവനെ വിൽക്കുകയും ചെയ്തു. എന്നിട്ട് പകരം ആരെങ്കിലും മേടിച്ചോ? അതുമില്ല. അത് ഞാൻ പറഞ്ഞത്, എല്ലാ സീസണിലും നമ്മൾ ഒരു പൊസിഷൻ ഷോട്ട് ചെയ്യും. കഴിഞ്ഞ സീസണിൽ 500 മില്യൺ മുടക്കി കാരണം ആരും മൈൻഡ് ചെയ്യാനാണ്. നമ്മളൊരു സ്റ്റാർട്ടിങ് വിങ്ങറെ, ആക്ച്വലി ഇത് ഓൺലി വിങ്ങർ എന്താ പറയാ, ഒരു 1-on-1 എബിലിറ്റി ഉള്ള നമുക്ക് ഉണ്ടായിരുന്ന ഒരു വിങ്ങർ ഉണ്ടായിരുന്ന ആളെ കൊടുത്തിട്ട് പകരം ആരും മേടിച്ചില്ല. എല്ലാ സീസണിലും ഉള്ളതാണ്. വേറൊരു റാപ്പ് ചെയ്യാല്ലേ, എനിക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദ തിങ് ഈസ് നമ്മുടെ കട്ടായി പോയല്ലോ എന്റെ മൈൻഡ്. യെസ്, കട്ടായി. എനിവേ സുദീപേ പറ. ഇല്ല, ഞാൻ പോകുന്ന പ്ലേയേഴ്സ് നോക്കിയാൽ ഗാക്പോ പോകുന്ന എനിക്ക് തോന്നണില്ല. കാര്യം എന്താ വെച്ചാ ഫോർവേഡ് ഇപ്പൊ ഇസാക്ക് മാത്രമേ ഉള്ളൂ. ഫോർവേഡ് പൊസിഷനിലെ ബാക്കപ്പ് ആയിട്ടോ ഒക്കെ ഗാക്പോനെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇസാക്കുണ്ട്, അതിന് പകരം എക്കിറ്റിക്ക് തിരിച്ചു വരുന്നവരെ വേറെ ആരും ഇല്ല. ഡാൻസ് ഇഞ്ചേർഡാണ്. അതെ, ഗാക്പോ എന്തായാലും സ്ക്വാഡിന്റെ ഭാഗമായിട്ടുണ്ടാവും. ഇത്തവണ സെല്ല് ചെയ്യില്ല. പിന്നെ മെക്കലിസ്റ്റർ മാത്രമാണ് ഒരു ഡൗട്ട്. മെക്കലിസ്റ്റർ പോകുമെന്ന് ഉറപ്പില്ല. കേർട്ടിസ് നിൽക്കുമായിരിക്കും. ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഓബിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ അറിയാം ഒരു ക്യാപ്റ്റൻ. ഏകദേശം എനിക്ക് സിമിലർ ആയിട്ട് തോന്നുന്നുണ്ട് ഹെൻഡേഴ്സനായിട്ട് എലിയറ്റിന്റെ. കാരണം ഹെൻഡേഴ്സൺ ആ ഒരു സമയത്ത് ക്ലബ്ബ് വിട്ട് പോകുന്നുള്ള വന്നു. ഹെൻഡേഴ്സൺ ക്ലബ്ബ് വിട്ട് പോകുന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു ആ സമയത്ത്. പക്ഷെ സ്റ്റേ ചെയ്യാൻ തീരുമാനിക്കുകയും അതിനുശേഷം ആ ലീഡർഷിപ്പ് റോളിലേക്ക് ഗ്രോ ചെയ്ത് വരികയും ലീഡറായി മാറി, ക്യാപ്റ്റനായിട്ട് മാറി, ഒരുപാട് ട്രോഫീസ് ഒക്കെ ജയിച്ചു. അതുപോലെ തന്നെ കേർട്ടിസ് പോവാനുള്ള ഒരു ഇതിൽ നിൽക്കുന്നു. അത് അങ്ങനെ ഒരു ആ സ്റ്റേജിലാണ്. ചെറിയ കാര്യമുണ്ട്. ഹെൻഡേഴ്സൺ പോകണമെന്ന് ക്ലബ്ബ് പറഞ്ഞിട്ട് അച്ചങ്ങായി പോകൂലെന്ന് പറഞ്ഞിരുന്നതിന് ഇവൻ ഇന്റർ മിലാനിൽ പോയിട്ട് ഞാൻ പോവാൻ റെഡിയാണെന്നാണ് നിൽക്കുന്നുണ്ട്. വിളിച്ചാ പോവും. അതിപ്പോ മാറും. ഇന്റർ മിലാൻ പറഞ്ഞാണ്, അല്ലെങ്കിൽ പണ്ടേ പോയേനെ. നിങ്ങളെന്താ വിചാരിച്ച സുദീപ് 2 ദിവസം ഇവിടെ ഉണ്ടാവാഞ്ഞത് ആളെ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി പോയതല്ലേ? ഞാൻ പൂർത്തിയാക്കി. അല്ല, എനിക്ക് പേഴ്സണലി കേർട്ടിസിന് നിൽക്കണം എന്ന് തന്നെയാണ് കാര്യം. ലിവർപൂൾ കോർ മീൻസ് അവിടെ കോപ്പറേറ്റ് ആയിട്ട് ഒരാള് അവിടെ വേണം ശരിക്ക്. അവിടെ ഇത്രേ ഉള്ളൂ. നമ്മള് കൊടുത്തിട്ട് മേടിക്കാൻ പോണ ആർക്ക് മേടിക്കാൻ പോയത് 100 മില്യൺ കൊടുക്കേണ്ടി വരും. അതിനേക്കാളും ഭേദം കേർട്ടിസ് നിൽക്കുകയല്ലാണ്. അതിനൊരു ലോജിക് വാട്ട് ദേ ആർ തിങ്കിങ് ഇസ് ദാറ്റ് ഹിസ് 40 കിട്ടിക്കഴിഞ്ഞാൽ 100% പ്രോഫിറ്റ് ദേ ക്യാൻ അമോർട്ടൈസ് ഓവർ നെക്സ്റ്റ് 5 years ഫോർ എ പ്ലെയർ. അതാണ് അവരുടെ ലോജിക്. അതാണ് കേർട്ടിസിനെ വിൽക്കാൻ വേണ്ടി ഇങ്ങനെ മുട്ടി നിൽക്കുന്നത്. എനിവേ ലോജിക് കാണുന്നില്ല. ഒരുപാട് ഡീൽസ് നടക്കാനുണ്ട് നെക്സ്റ്റ് 6 weeks. ഇപ്പം അല്ല, ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നല്ല. വിൽക്കാനുള്ള പ്ലേയേഴ്സ് ഇതൊക്കെ ആയിരിക്കും സാധ്യത, പോവാൻ സാധ്യതയുള്ള പ്ലേയേഴ്സ്. വേറെ ആരും അങ്ങനെ പോവില്ല. സിമിക്കസ് ആണ് പിന്നെ ഒരു ഡൗട്ട്. സിമിക്കസിന് പോവാൻ ഒരു ടെംപ്റ്റേഷൻ ഉണ്ട് ശരിക്ക്, പക്ഷെ അറിയില്ല, ചിലപ്പോ. അതെ, സാധ്യതയുണ്ട്, നല്ല സാധ്യതയുണ്ട്. അങ്ങനെയാകുമ്പോ അവിടെ എന്താ ഉണ്ടാവുക അറിയില്ല. ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ ലെഫ്റ്റ് ബാക്ക് ആര് ബാക്കപ്പ് കളിക്കും? അക്കാഡമി പോലും അറിയുണ്ടോ? എനിക്കറിയാൻ മേല.
ഒരു പേര് പറയാൻ മറന്നുപോയി, ഞാൻ കണ്ടിട്ടില്ല, ആ ട്രെയിനിങ് സെഷൻ ഒന്നും കണ്ടിട്ടില്ല, എനിക്കറിയില്ല. ഗണേശൻ മറ്റേ കാൽവിൻ റാംസിനെ ഹൈപ്പപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു റൈറ്റ് ബാക്കിൽ. ഇനിയിപ്പോ അതൊരു വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ആണ്. എനിക്കറിയില്ല, പറഞ്ഞാണ് ഞാൻ. ഓപ്ഷൻ നല്ലതാണ്, പക്ഷെ 3 വർഷമായിട്ട് കളിക്കാത്തത് കൊണ്ട് ഈ ബാഡ്ജറ്റിങ്ങിന് നമ്മൾ ഓപ്ഷൻ ആയിട്ട് പോലും കൂട്ടാത്തതിന് അതേ റീസൺ ആണ് കാൽവിൻ റാംസിൻ്റെത്. എവിടെയും കളിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഡൗട്ടാണ്. റൈറ്റ് ബാക്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, പക്ഷെ ആള് പോയി. സ്റ്റീഫൻസൺ അവൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിരുന്നു. അവനെ വിറ്റു. അവനെ വെച്ചിരുന്നെങ്കിൽ ഗുണമുണ്ടായേനെ. ആക്ച്വലി നമ്മള് ഐഡിയലി വാട്ട് വി ഷുഡ് ഹാവ് ഡൺ വാസ്, ട്രെൻഡ് പോയപ്പോൾ പെഡ്രോ പോറോനെ മേടിക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ചെയ്യേണ്ടിരുന്നുള്ള കാര്യം. ഒരു ലോജിക്കൽ ഇത് വെച്ചിട്ട് എന്താ പറയാ, ആ ഒരു ക്രിയേറ്റീവ് സ്കില്ലൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും അതിനൊരു 50% മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു പ്ലെയർ റൈറ്റ് ബാക്ക് നിലവിൽ എനിക്ക് ഞാൻ കാണുന്നത് പെഡ്രോ പോറോ മാത്രമേ ഉള്ളൂ. അതാണ് ഈ സ്പേഴ്സിലായിരുന്നു ഒന്ന് കൊടുത്തിട്ട് കിട്ടുകയും ചെയ്തത്. ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യമില്ല, അവൻ ഓൾറെഡി കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്തു. അത് ഈ സീസൺ എൻഡിലാണ് അയാൾ കോൺട്രാക്ട് റിന്യൂ ചെയ്തത്. അപ്പൊ അതിനു മുമ്പ് നോക്കിയാൽ മതിയായിരുന്നു. സ്പേഴ്സ് ആണെങ്കിൽ ഓൾമോസ്റ്റ് റെലിഗേറ്റഡ് ആയി പോകാൻ പോയതാണ്, പെട്ടെന്ന് പോകുന്നതിനെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഇംഗ്ലണ്ടിന് വേണ്ടി റൈറ്റ് ബാക്ക് കളിച്ച ക്വാൻസ നമ്മുടെ പ്ലെയർ ആയിരുന്നു. പുള്ളി ഇപ്പോ തിരിച്ചു വന്നാൽ നമുക്ക് സെന്റർ ബാക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. അല്ല, സ്ലോട്ട് പോയാലും ചിലപ്പോ അല്ല, കോൺട്രാക്റ്റില് തിരിച്ചു മേടിക്കണമെങ്കിൽ 70 മില്യൺ എന്നാലും പുതിയത് മേടിക്കാൻ പോണൊക്കെ ലാഭമായിരിക്കും. എന്നാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് യെസ്, എനിവേ വി ക്യാൻ റാപ്പ്. ഒരുപാട് നേരം, ഒരുപാട് 6 വീക്സ് ഉണ്ട്. ഇവിടുത്തെ കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് തന്നെ ഒരു മിനിമം 3 സൈനിങ്ങും 2 സേലുമാണ്. ഞാൻ നേരത്തെ കട്ടായി പോയ കാര്യം, സെവിന്യോ ഇസ് ഗോയിങ് ടു സ്പേഴ്സ് ഫോർ 65 മില്യൺ. ഇഫ് സെവിന്യോ ഇസ് 65 മില്യൺ, ഞാൻ പറയുന്നു നമ്മള് ഗാക്പോന് 100 ചോദിക്കാം. ഞാൻ പറയാം, ഗാക്പോ വേൾഡ് കപ്പിൽ അടിച്ചിട്ടുണ്ട്, ഗാക്പോ കാരബോ കപ്പ് നന്നായി ഗോൾ അടിക്കുന്നതാണ്. നമുക്ക് ഒരാളെ പോലും നമുക്ക് സ്പേഴ്സിന് 2 കേർട്ടിസിന് കൊടുത്തൂടെ? അവരെല്ലാരും മേടിക്കുന്നുണ്ട്. സ്പേഴ്സിന്റെ കേസ് കാണുമ്പോ സാധാരണ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പ്രൊമോട്ട് ആയിട്ട് വരുന്ന ടീമേ അല്ലേ, അവസാനത്തെ കളിയിൽ അവസാനത്തെ കിക്ക് വരെ ഞാൻ റെലിഗേറ്റ് ആവുന്ന ടീമല്ലേ. ഞാൻ പറഞ്ഞത് അവര് ആക്സെപ്റ്റ് ചെയ്തു, അവര് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. ദിസ് ഈസ് ലൈക്ക് എ പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടാവും അവര് ഈ സീസണിലേക്ക് ഉറ്റുനോക്കിയത്. ഓക്കെ, 60 മില്യൺ പൗണ്ട്, 75 മില്യൺ യൂറോസ്. കൊള്ളാവുന്ന ആരിലുണ്ടായിരുന്ന അവര് കിടന്ന് തെക്കുമ്പടെ കോഴി മേടിക്കൂലല്ലോ. ഇപ്പൊ തന്നെ ഒരു ടീമിലുള്ള ആളായിട്ടുണ്ട്. Morgan Rogers, Aston Villa is asking for 130 million for Morgan Rogers. Good. Nice. Aston Villa already signed മറ്റേ നമ്മുടെ വേൾഡ് കപ്പ് സ്റ്റാർ മൻസാബി. Yes. Confirmed. ആസ്റ്റൺ വില്ല ഒരു ടീമാ, ഇവർക്കും ഒരുപാട് സൈനിങ്സ് വേണ്ട ഒരു ടീമാണ്. ഒരുപാട് സൈനിങ്സ് വേണം പറയുമ്പോ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ടീമും പ്രോപ്പറായിട്ട് ഇപ്പൊ വിൻഡോ സ്റ്റാർട്ട് ചെയ്തില്ല. അതാണ് സ്പേഴ്സ് ആൻഡ് യുണൈറ്റഡ്. ഐ തിങ്ക് യുണൈറ്റഡ് 2 പ്ലെയറെ സൈൻ ചെയ്തില്ലേ, എഡേഴ്സൺ ആൻഡ് സന്തോഷ്. ഇതിലൊരു പ്രശ്നം എന്താ പറയുക, ഈ സ്കൗട്ടിംഗ് എന്ന് പറഞ്ഞ സാധനം എവിടെയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ മൈക്കിൾ ഒലീസ് പ്രീമിയർ ലീഗിൽ കളിച്ചിരുന്നു, ക്രിസ്റ്റൽ പാലസിൽ കളിച്ചിരുന്ന അത്ര അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ആള് പോയപ്പോഴത്തേക്കും നിസ്സാര പൈസക്കല്ലേ ബയണിലേക്ക് പോയി. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേക്കും അന്ന് ആ പ്ലെയറിന് ഡിമാൻഡ് അല്ല, എന്നാലും അന്നത്തെ അവസ്ഥയിൽ വലിയ പൈസ ഒന്നും അല്ലായിരുന്നത് ഫോർ ഹിസ് ക്വാളിറ്റി. അന്ന് പോയപ്പോഴത്തേക്കും അയാള് ലൈക്ക് ഒന്ന് ചേസ് ചെയ്ത ശ്രമിച്ച വേറെ ഒരേ ഒരു ക്ലബ് എന്ന് പറഞ്ഞാൽ ചെൽസിയാണ്. അതിന് കണക്കിലെടുക്കാൻ പറ്റില്ല, കാരണം ചെൽസിക്ക് എല്ലാവരും വേണം. ആരെവിടെ പോയിരുന്നാലും ചെൽസി മേടിക്കാൻ നോക്കും. സോ അതൊരു കണക്കിൽ കൂട്ടാൻ പറ്റില്ല, ആ കൂട്ടത്തിൽ നോക്കിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കി ഈ പറയുന്ന ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള സ്കൗട്ട്സും ഡിയോഫുള്ള ആൾക്കാരൊന്നും ശ്രമിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ അത് എന്ത് തരം സ്കൗട്ടിംഗ് ആണ് ഇവരൊക്കെ നടത്തുന്നത് എന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഈ പറയുന്ന എന്താ പറയുന്നത് ഒരു
പെട്ടെന്ന് കേൾക്കുന്ന ഒരാൾക്ക് പോയിട്ട് ഉടനെ പോയി 100 ബിഡ് ചെയ്യുക, 110 പൈസക്ക് ഒരു വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. I can't വെറൈറ്റി believe എല്ലാരും Liverpool കേൾക്കുന്ന did പേരാണ് നീ കേൾക്കില്ല, സ്കൗട്ട് വേണോ? uh, എനിക്ക് വേണ്ടി വന്നത് Liverpool bid 86 million for Diamond. എനിക്കും പറ്റുന്നില്ല. അല്ല, എനിക്ക് ആദ്യമായിട്ടാണ് ഒരു പ്ലെയർ നമ്മൾ റിജക്ട് ചെയ്യുന്നത് കേട്ടപ്പോഴത്തേക്കും സമാധാനം എന്ന് തോന്നിയത്. കാരണം ഈ പൈസക്ക് മേടിച്ചിട്ട് അവനുള്ള പ്രഷർ ഒന്ന് ആലോചിച്ച്, അതിനുള്ള പ്രായവും അതിനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. പക്ഷെ ആ എബിലിറ്റി ഒരു പ്രീമിയർ ലീഗ് വന്നിട്ട് ന്യൂനസ് ഹാഡ് സ്കോർഡ് ലൈക്ക് എന്താ പറയുക 7 or 8 ഗോൾസ് ഇൻ ചാമ്പ്യൻസ് ലീഗ്. ഡാർവിന് തിരിച്ചു വന്നോ പ്രിയ? ഇനി വെറുതെ വിളിച്ചോണ്ടെന്ന് അവനെന്തറിയിപ്പിച്ച് അതിന്റെ കാര്യം എന്താ? അല്ല, എവിടെയും കളിക്കും, പൊസിഷനില്ലല്ലോ, സ്വന്തമായിട്ട് പൊസിഷനിൽ എവിടെയും കളിക്കും. വൻ ബാർഗെയിൻ അല്ലേ? ഈ ടോപ്പിക് സംസാരിച്ചാൽ തീരില്ല. കാരണം എല്ലാ ക്ലബിന്റെ കാര്യം അങ്ങനെ തന്നെ. നമ്മുടെ ആർനെ സ്ലോട്ട് ആണോ പറഞ്ഞ ഫാൻസ് ആർ നെവർ ഹാപ്പി വിത്ത് ദ സൈനിങ്സ് എന്ന ഒരു കോട്ടുണ്ട്. I'll give it to Sudeep. നമ്മുടെ ഫാൻസിന് 6 ആഴ്ചകൾ ബാക്കിയുള്ളൂ. വേൾഡ് കപ്പ് ശനി ഞായറോടെ കഴിയും. അപ്പോൾ സൈനിങ്സിനെ കുറിച്ച് ഒരു ആശ്വാസ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസ് ഹാപ്പി ആയിട്ട് കണ്ട് സൈനിങ്സിനെ വെയിറ്റ് ചെയ്യും. സുദീപ്, ഞാൻ ആശ്വാസവാക്കൊക്കെ പറഞ്ഞ് അങ്ങനെ ഹോപ്പ് കൊടുക്കണം. ഞാൻ എല്ലാ കാര്യത്തിലും ഭയങ്കര ഒപ്റ്റിമിസവും പോസിറ്റീവും ഒക്കെ ആണെങ്കിൽ ഈ സൈനിങ്സിന്റെ കാര്യത്തിൽ എനിക്ക് അത്ര വലിയ ഒപ്റ്റിമിസോ അങ്ങനെ ഒരു തിടുക്കോ അങ്ങനെ ഒരു അത്യാഗ്രഹം ഒന്നും ഇല്ലാത്ത ആളാണ്. എനിക്ക് സൈനിങ്സ് ഇല്ലെങ്കിൽ യങ് പ്ലേയേഴ്സിനെ വെച്ച് കളിപ്പിച്ചാൽ മതി എന്നൊക്കെയാണ് താല്പര്യം. എന്നാലും ഇപ്പൊ ഇറയോള സൈനിങ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. സൈനിങ്സ് ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. ഓൾറെഡി സ്ക്വാഡിൽ ചില സ്ഥലത്ത് ഗ്യാപ്സ് ഉണ്ട്, അത് ഫില്ല് ചെയ്യാനുള്ള സൈനിങ്സ് ഉണ്ടാവും എന്നുള്ളൊരു ഹോപ്പുണ്ട്. ഞാൻ 3 പ്ലേയേഴ്സ് ആണ് സാധ്യത എന്ന് പറഞ്ഞെങ്കിലും 2 സൈനിങ് എങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അത് പ്രതീക്ഷിക്കണം. Yes, thank you so much. We'll be back with another podcast. Transfer വല്ല അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വരും. റെഡ് അലേർട്ട് ആയിട്ട് വരും. Thank you so much, Hari. Thank you so much, Swaroop. Thank you so much, Sudeep. Thank you so much, Bobby. Bye-bye.